സിനിമയുടെ പേര് ഔട്ട്സ്കേർട്സ് ഓഫ് അവർ വില്ലേജ് ഓർ മാ ഊരി പൊലിമേറ. 2 പാർട്ട് ഇതുവരെ റിലീസ് ആയിട്ടുണ്ട്. സിനിമയുടെ 1ാം ഭാഗം ഡിസ്നി പ്ലസിൽ അവൈലബിൾ ആണ്, 2ാം ഭാഗം ആഹാ OTTയിൽ അവൈലബിൾ ആണ്. വെറുതായിരിക്കും, സിനിമ കണ്ടു നോക്കാം. പിന്നെ വലിയ ട്വിസ്റ്റ്, മിനിറ്റിന് ട്വിസ്റ്റ് എന്നുള്ള ആ ഒരു സംഭവം മനസ്സിൽ വെച്ചിട്ട് പോയി കാണരുത്. ട്വിസ്റ്റുകളൊക്കെ വരുന്നുണ്ട്, വമ്പൻ ട്വിസ്റ്റുകളൊക്കെ വരുന്നുണ്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ സിനിമ ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആയിട്ടിരുന്ന് കാണും. ഓരോ ക്യാരക്ടേഴ്സിനെ ഇങ്ങനെ അനലൈസ് ചെയ്തിരുന്ന് കണ്ട് ഇതിങ്ങനെ ആവാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ ഊഹിച്ച് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തിരുന്ന് കാണുമ്പോൾ ചിലപ്പോൾ അതുപോലെ തന്നെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ത്രില്ല് കിട്ടത്തില്ല. ഇങ്ങനെയൊക്കെ ഞാൻ പ്രെഡിക്റ്റ് ചെയ്യാൻ പോയതുകൊണ്ടായിരിക്കണം ആദ്യത്തെ പാർട്ടിലെ കുറേ ട്വിസ്റ്റുകൾ, എല്ലാം ഒന്നും പറയുന്നില്ല, കുറേ ട്വിസ്റ്റുകളൊക്കെ എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊരു ഊഹം ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ കിളി പറത്തുന്ന കുറേ ട്വിസ്റ്റുകളുണ്ടായി. ആൻഡ് സെക്കൻഡ് പാർട്ട് ഒരു രക്ഷയില്ല. നമ്മൾ അങ്ങനെയൊന്നും ചിന്തിക്കുക പോലുമില്ല. ഒരുപക്ഷെ ഫസ്റ്റ് പാർട്ട് കണ്ടപ്പോൾ എനിക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് ആവാത്തതുകൊണ്ട് സെക്കൻഡ് പാർട്ടിന് ഞാൻ എൻ്റെ പ്രതീക്ഷ കുറച്ച് കണ്ടതുകൊണ്ടായിരിക്കാം. വാട്ട് എവർ, എനിക്ക് സെക്കൻഡ് പാർട്ട് കുറേ കൂടി ഇഷ്ടപ്പെട്ടു. പടത്തിന്റെ തുടക്കത്തിൽ ഏതോ ഒരു സ്ഥലത്ത് നടക്കുന്ന ബ്ലാക്ക് മാജിക്, ദുർമന്ത്രവാദമാണ് നമ്മൾ കാണുന്നത്. ആരാണ് ചെയ്യുന്നതെന്ന് കാണിക്കുന്നില്ലെങ്കിലും കൊടൂരമായിട്ടുള്ള ഒരു ക്രിയയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. മനുഷ്യ സാദൃശ്യത്തിലുള്ള രൂപത്തിലേക്ക് ആരോ എന്തൊക്കെയോ ആവാഹിക്കുന്നു. സോ ഈ ദുർമന്ത്രവാദം ചെയ്യുന്ന വ്യക്തി മറ്റേതോ മനുഷ്യനെ തന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതേ സമയം തന്നെ മറ്റൊരിടത്ത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിൽ നടന്നിട്ടുള്ള എന്തൊക്കെയോ കുറേ ഇൻസിഡന്റുകളെ പറ്റി ഒരു സ്ത്രീ മറ്റൊരാൾക്ക് വിവരിച്ചു കൊടുക്കുന്നുണ്ട്. അവർ തമ്മിലുള്ള സംഭാഷണമൊന്നും നമ്മളെ കേൾപ്പിക്കുന്നില്ലെങ്കിലും ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിൽ നടന്നിട്ടുള്ള എന്തോ ഒരു പ്രധാനപ്പെട്ട ഇൻസിഡന്റിനെ പറ്റിയാണ് അവർ സംസാരിക്കുന്നതെന്നും മാത്രമല്ല നമ്മുടെ തിരുവിതാംകൂർ രാജവംശം ായിട്ട് ബന്ധപ്പെട്ട അങ്ങനെയുള്ള എന്തോ ഒരു ഇൻസിഡന്റ് ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അവരവിടെ കാണിക്കുന്ന PPT പ്രസന്റേഷനിൽ തിരുവിതാംകൂർ രാജവംശത്തെ പറ്റിയുള്ള സ്ലൈഡ്സ് ഒക്കെ ഉണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്ത് സംഭവിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റിയൊക്കെ കാണിക്കുന്നുണ്ട്. ഇതെല്ലാം റിലേറ്റ് ചെയ്തിരിക്കുന്നത് ആ കാലത്ത് ഇന്ത്യയിൽ പണിതിട്ടുള്ള അമ്പലങ്ങളിലേക്കാണ്. അന്നത്തെ ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തോ കാര്യങ്ങളെ പറ്റിയാണ് അവർ ഡിസ്കസ് ചെയ്യുന്നത്. പ്രസന്റേഷന്റെ അവസാനം ജാസ്തിപ്പള്ളി എന്നൊരു സ്ഥലത്തെ പറ്റിയും കാണിക്കുന്നുണ്ട്. ജാസ്തിപ്പള്ളി എന്ന സ്ഥലത്തുള്ള ഏതോ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രത്തെ പറ്റിയാണ് ഇവർ ഡിസ്കസ് ചെയ്തത്. ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അതീവ രഹസ്യ സ്വഭാവമുള്ള എന്തോ ഒരു കാര്യം ഇവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നു. ഇവരൊക്കെ ആരാണ്, എന്താണ് ഇവർക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റിയത്? ഇത്തരത്തിലുള്ള കുറേയധികം ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഇട്ടുകൊണ്ടാണ് സിനിമ തുടങ്ങുന്നത്. ഇവരിപ്പോൾ മെൻഷൻ ചെയ്ത ജാസ്തിപ്പള്ളി എന്ന സ്ഥലത്താണ് നമ്മുടെ ഹീറോയിനൊക്കെ ജീവിക്കുന്നത്. മേൽജാതി കീഴ്ജാതി എന്നൊക്കെ പറഞ്ഞ ആളുകൾ തരംതിരിഞ്ഞ് ജീവിക്കുന്ന, ഇപ്പോഴും ആളുകൾ ആ ഒരു തരംതിരിവ് വിട്ട് പുറത്തു വന്നിട്ടില്ലാത്ത അങ്ങനെയുള്ള ഒരു സ്ഥലം. കുടിവെള്ളത്തിന് പോലും ബുദ്ധിമുട്ടുള്ള ഈ സ്ഥലത്ത് താഴ്ന്ന ജാതിയിലുള്ള ആളുകൾ മേൽജാതിക്കാർക്ക് പണം കൊടുത്ത് വേണം വെള്ളം മേടിക്കാൻ. ഓരോ കലം വെള്ളത്തിന് 3 രൂപ വെച്ച് കൊടുക്കണം. പൈസ ഇല്ലെങ്കിൽ വെള്ളമില്ല, അതാണ് അവസ്ഥ. സ്ത്രീകളോടൊക്കെ വളരെ മോശമായിട്ട് സംസാരിക്കുക, അവരുടെ ശരീരത്തെപ്പറ്റി മോശമായ കമന്റുകൾ അടിക്കുക, എതിർത്ത് പറയാൻ പോകുന്നവരെ തല്ലിച്ചതയ്ക്കുക, അവരുടെ പണവും അധികാരവും ഉപയോഗിച്ച് അവർക്ക് ഇഷ്ടമുള്ള പോലെ ഈ നഗരത്തിൽ ജീവിക്കുക, ഇവരെയൊക്കെ ഒരു അടിമകളെ കണക്ക് കാണുക. ഇങ്ങനെയൊക്കെയാണ് മേൽജാതിക്കാരുടെ പെരുമാറ്റം. ഇവളാണ് നമ്മുടെ ഹീറോയിൻ ലക്ഷ്മി. ഇത് ലക്ഷ്മിയുടെ മകൻ. വെള്ളത്തിന് വേണ്ട പണമൊക്കെ കൊടുത്ത് ലക്ഷ്മി വെള്ളം കളക്ട് ചെയ്യുമ്പോൾ ഇങ്ങേറെ നോട്ടം കണ്ടില്ലേ? അതിപ്പോൾ ലക്ഷ്മിയോട് മാത്രമല്ല, കീഴ്ജാതിയിൽപ്പെട്ട ഒരുവിധപ്പെട്ട എല്ലാ പെണ്ണുങ്ങളോടും ഉമാർ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇദ്ദേഹമാണ് നമ്മുടെ ഹീറോ കൊമരയ്യ. നമുക്ക് കൊമരി എന്ന് വിളിക്കാം. ലക്ഷ്മിയുടെ ഭർത്താവ് ഒരു ഓട്ടോ ഡ്രൈവറാണ്. ഇത് നമ്മുടെ കൊമരിയുടെ തൊട്ടപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്ന വ്യക്തി, പേര് ബലീജ. ഇവനും ഒരു ഓട്ടോ ഡ്രൈവറാണ്. നമ്മുടെ കൊമരിയെ പറ്റി പറയുകയാണെങ്കിൽ പുള്ളിക്കാരൻ വളരെ പഞ്ചഭാവമായിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഒരാളെയും ഉപദ്രവിക്കത്തില്ല, എല്ലാ പ്രശ്നങ്ങളിലും ഒതുങ്ങിപ്പോവും, തന്റെ കാര്യങ്ങൾ നോക്കി പണിയെടുത്ത് കാശുണ്ടാക്കി തന്റെ കുടുംബത്തെ പോറ്റുക. അതാണ് കൊമരിയുടെ ഒരു രീതി. എന്നാൽ തൊട്ടപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്ന ഇദ്ദേഹത്തിന്റെ സുഹൃത്ത് ബലിജയില്ലേ, അവൻ നേരെ തിരിച്ചാണ്. പണി ചെയ്തു, ഓട്ടം പോയാലായി, കാശ് കിട്ടിയാൽ അത് മൊത്തം കള്ളുഷാപ്പിൽ കൊണ്ടുപോയി കൊടുത്ത് കുടിക്കും. ഇക്കാരണം കൊണ്ട് തന്നെ ബലിജയും ബലിജയുടെ ഭാര്യയും തമ്മിൽ ഒട്ടുമിക്ക ദിവസവും വഴക്കാണ്. ഇത് ജങ്ക, മുഴുവൻ പേര് ജങ്കയ്യ, നമ്മുടെ കൊമരിയുടെ സഹോദരനാണ്. ഇപ്പൊ പോലീസ് കോൺസ്റ്റബിൾ ആവാനുള്ള ടെസ്റ്റ് ഒക്കെ എഴുതി അതിന്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നു. ജങ്ക കൊമരിയുടെ കൂട്ട് അത്ര പഞ്ചഭാവമൊന്നുമല്ല. ആവശ്യമുള്ള കാര്യങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കും. മേൽജാതിക്കാർ എന്തെങ്കിലും വിഷയമായിട്ട് വന്നു കഴിഞ്ഞാൽ അവരെ എതിർക്കാനൊക്കെ ഉള്ള ധൈര്യമുണ്ട്. അവരെ എതിർക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ എതിർക്കും. അവർ പറയുന്നത് എല്ലാം കേട്ട് ഒതുങ്ങിക്കൂടി ജീവിക്കുന്ന അങ്ങനെ ഒരു ടൈപ്പല്ല. സമൂഹത്തിൽ ഇങ്ങനെയുള്ള താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നേരിടാനായിട്ട് വരുന്നുണ്ട്. ഇത്രയും വർഷങ്ങളായി തങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അവഗണനയൊക്കെ മനസ്സിലുള്ളത് കൊണ്ടാവണം നമ്മുടെ ജങ്ക പോലീസിൽ ചേരാൻ തീരുമാനിച്ചത്. കുറച്ചെങ്കിലും അധികാരം ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ റെസ്പെക്ട് കിട്ടണമെങ്കിൽ പോലീസിൽ ചേരുന്നതാണ് നല്ലൊരു ഓപ്ഷൻ എന്ന് അവന് തോന്നിയിട്ടുണ്ടാവണം. ഇത് തൊട്ടപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്ന നമ്മുടെ ബലീജയുടെ ഭാര്യ റമൂല. റമൂലയ്ക്ക് എന്നും കഷ്ടപ്പാട് തന്നെ. ഇവൻ നേരാൻ വണ്ണം പണിയെടുക്കത്തില്ല, ആവശ്യത്തിന് കാശ് കൊണ്ട് കൊടുക്കത്തില്ല. അവൾ വേണം അവിടെ ഇവിടെ ഓടി നടന്ന് ജീവിതം എങ്ങനെങ്കിലും മുന്നോട്ട് നീക്കാൻ. ഏത് സമയത്താണോ എനിക്ക് ഈ കാലമാടനെ കെട്ടാൻ തോന്നിയത്, എന്റെ വിധി എന്ന് പറഞ്ഞാൽ മതിയല്ലോ, കറക്റ്റായിട്ട് എന്റെ തലയ്ക്ക് തന്നെ വന്നിരുന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി രാവിലെ തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെ പറയാതിരിക്കും? ഇന്നലെ അടിച്ചതിന്റെ കെട്ടുപോലും വിട്ടിട്ടില്ല ബലീജയ്ക്ക്. രാവിലെ എണീറ്റ് വന്ന് ഓരോരോ ചൊറിയും വർത്താനവും പറഞ്ഞുകൊണ്ടിരുന്നാൽ അവൾ ചുമ്മാതിരിക്കുമോ? വെള്ളം എടുക്കാൻ പോയപ്പോൾ ഇവരെ പറ്റി മേൽജാതിക്കാരൻ വളരെ മോശമായി സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ. ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എനിക്കുള്ളത് ഇങ്ങനെ ഒരു ഭർത്താവാണ്, ഒരു കഴകത്തുമില്ലാത്തൊരു കിഴങ്ങൻ എന്നൊക്കെ പറഞ്ഞ് റബ്ബുല സംസാരിക്കുന്നുണ്ട്. ഇതൊക്കെ ബലീജയും കൊമരിയും കേൾക്കുന്നുണ്ടെങ്കിലും മേൽജാതിക്കാരുമായിട്ട് ഒരു പ്രശ്നത്തിന് പോകാൻ ഇവർക്ക് താല്പര്യമില്ല. അവരുമായിട്ട് ഒരു പ്രശ്നത്തിനും പോകണ്ട, എല്ലാം സഹിച്ച് ജീവിക്കുക, നമ്മുടെ കാര്യം നോക്കി ജീവിക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ്. ഇവന്മാർ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചോദിക്കാനും പറയാനും ഒക്കെ ധൈര്യമുള്ള ഒരാൾ ഇവിടെയുണ്ട്, നമ്മുടെ ജങ്കയ്യ കാര്യം വിശദമായിട്ട് തിരക്കി. റമൂല അവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. മേൽജാതിക്കാരനായ വെള്ളം കൊടുക്കുന്ന വ്യക്തി ഈ റമൂലയെ പറ്റി വളരെ മോശമായിട്ട് സംസാരിച്ചു. ഇവന്റെ ചേട്ടത്തിയമ്മ ലക്ഷ്മിയെയും അവൻ വളരെ മോശമായി നോക്കി റമൂല പറഞ്ഞു കൊടുത്തപ്പോൾ ഇവൻ അങ്ങ് ദേഷ്യം കയറിയിട്ട് ഇവൻ ആ മേൽജാതിക്കാരനോട് ചോദിക്കാൻ വേണ്ടി പോകാൻ തുടങ്ങുന്നുണ്ട്. എന്നാൽ ലക്ഷ്മി ജങ്കയെ തടഞ്ഞു. ഇവൻ കോൺസ്റ്റബിൾ ആവാനുള്ള ശ്രമത്തിലല്ലേ. ഇപ്പൊ ഇവൻ അവരോട് ചോദിക്കാൻ പോയി അത് പിന്നെ എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ ഇവന്റെ സെലക്ഷനെ തന്നെ ബാധിച്ചെന്നിരിക്കാം.
ഇത്രയും നാൾ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയി പോയെന്നിരിക്കാം. ആദ്യം കോൺസ്റ്റബിൾ ആവട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള രീതിയിൽ ലക്ഷ്മി ഇവനെ പിടിച്ചു നിർത്തി. കുറച്ച് സമയം കഴിഞ്ഞ് നമ്മുടെ രംഗയും ബലീജയും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങാൻ പുറത്തു പോകുന്നു സൈക്കിളിൽ. എന്റെ ബലീജ, തനിക്കിത് എന്തൊരു ഭാരമാണിത്? തനിക്ക് ആ ഓട്ടോ എങ്ങനെ എടുത്താൽ പോരായിരുന്നു എന്നെ വെറുതെ ബുദ്ധിമുട്ടിക്കാൻ? ഓട്ടോ എങ്ങനെ കൊണ്ടുപോകാൻ? തള്ളിക്കൊണ്ട് പോകണമായിരിക്കും. അതിൽ പെട്രോൾ അടിക്കാനുള്ള കാശുണ്ടായിരുന്നെങ്കിൽ ഞാൻ ആരായിരുന്നു? എന്റെ ഭാരം വെച്ച് സൈക്കിൾ ചവിട്ടാൻ പറ്റാതെ നീ എങ്ങനെയാ പോലീസുകാരനാവുന്നേ? നല്ല ബലത്തിൽ അങ്ങോട്ട് ചവിട്ട്. എന്റെ കാലിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, നിനക്ക് ഈ അടുത്ത ഗ്രാമത്തിൽ പോയി വെജിറ്റബിൾ വാങ്ങേണ്ട ആവശ്യം എന്തുവാ? നമ്മുടെ നാട്ടിൽ പച്ചക്കറി കിട്ടത്തില്ലേ? കിട്ടും. പക്ഷെ ഇവിടുന്ന് കിട്ടുന്ന പച്ചക്കറിയുടെ ക്വാളിറ്റി മോശമാണ്. എന്റെ ഭാര്യയുടെ ചവിട്ട് ഞാൻ തന്നെ കൊള്ളണേ. അയ്യേ, തനിക്ക് എന്റെ ഭാര്യയെ പേടിയാണോ? താൻ എന്തൊരു മനുഷ്യനാണ് ബലീജ. സാർ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയും. കല്യാണം കഴിച്ചാലുള്ള അവസ്ഥ അത് കഴിച്ചവനേ അറിയൂ. അവൾ എന്തേലും പറഞ്ഞു തുടങ്ങിയുള്ള അവസ്ഥ അറിയാലോ. അവളുടെ വാ അടപ്പിക്കാൻ തന്നെ ഞാൻ എന്തോരം പാടുപെടുന്നുണ്ടെന്ന് നീയും ദിവസവും കാണുന്നതല്ലേ. ഇങ്ങനെ ഓരോന്ന് സംസാരിച്ച് ഇവർ അടുത്ത ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് ബലീജ സൈക്കിളിൽ നിന്ന് ചാടി ഇറങ്ങി സൈക്കിൾ നിർത്താൻ പറഞ്ഞു. എന്താ അങ്ങോട്ട് നോക്കി, വഴി കിടക്കുന്ന സാധനങ്ങൾ കണ്ടില്ലേ? ആരോ ഇവിടെ ദുർമന്ത്രവാദം ചെയ്തിട്ടുണ്ട്. അതിന്റെ സാധനങ്ങളാണ് കിടക്കുന്നത്. ഇതൊന്നും ക്രോസ് ചെയ്ത് പോകാൻ പാടില്ല, വലിയ പ്രശ്നം വരും. ഓ, ഇതാണ് ഇത്ര വലിയ കാര്യം. എന്റെ ബലീജ, താൻ ഈ കാലത്തും ഇങ്ങനെ അന്ധവിശ്വാസം പറഞ്ഞുകൊണ്ടിരുന്നത് എങ്ങനെ? വഴിയിൽ എവിടെയൊക്കെ എന്തെങ്കിലും സാധനം കിടക്കുന്നത് കണ്ടിട്ട് ബ്ലാക്ക് മാജിക് ആണെന്നൊക്കെ പറഞ്ഞാൽ താൻ സൈക്കിൾ കയറിക്ക്, നമുക്ക് പോവാം. വേണ്ട, ഈ വഴി പോകണ്ട, നമുക്ക് വേറെ വഴി പോവാം, സൈക്കിൾ തിരിക്ക്. അങ്ങനെ ബലീജയുടെ നിർബന്ധത്തിന് വഴങ്ങി നമ്മുടെ ജംഗയും മറ്റൊരു വഴി പോകാമെന്ന് സംബന്ധിച്ച് സൈക്കിൾ തിരിച്ചു. അതേസമയം തന്നെ ബ്ലാക്ക് മാജിക് ചെയ്യാൻ യൂസ് ചെയ്തു എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ കിടക്കുന്ന അതുവഴി ഒരു ഓട്ടോ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ജംഗയും ബലീജയും അത് കാണുന്നുണ്ട്. നോക്കുമ്പോൾ അത് നമ്മുടെ കൊമരിയുടെ ഓട്ടോ ആണ്. കൊമരിയുടെ ഓട്ടോ അല്ലേ അത്? അവനെന്താ പ്രാന്താണോ? ഇതിന്റെ വണ്ടിക്കൂടെയൊക്കെയാണോ വണ്ടി ഓടിക്കുന്നേ? നീ ഒരുത്തൻ ഓരോരോ അന്ധവിശ്വാസം കൊണ്ട് ഇറങ്ങിക്കോളും. പോ. നമ്മുടെ കൊമരിയെ സംബന്ധിച്ചിടത്തോളം അവനെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന ആളുകളെയൊക്കെ അവൻ സഹായിക്കും. അതിപ്പോൾ താഴ്ന്ന ജാതിയാണോ ഉയർന്ന ജാതിയാണോ കറുത്തവനാണോ വെളുത്തവനാണോ ഇങ്ങനെയുള്ള വേർതിരിവൊന്നുമില്ല. തന്റെ കുടുംബത്തിന് വേണ്ടി ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെടുന്ന ഒരു വ്യക്തി. ഒരു പാട്ടിലൂടെ അദ്ദേഹത്തിന്റെ ഒരു ദിവസം എങ്ങനെയാണെന്ന് നമുക്ക് കാണിച്ചു തരുന്നു. എല്ലാ ദിവസവും ഓട്ടോ ഓടിക്കാൻ പോകും. കിട്ടുന്ന കാശൊക്കെ ഭദ്രമായി സൂക്ഷിക്കും. ബലീജയുടെ കൂട്ട് കള്ളുഷാപ്പിലൊന്നും പോയി പണം കളയത്തില്ല. വഴിയേരിയിലൊക്കെ ഗർഭിണികളോ പ്രായമായവരോ അങ്ങനെയുള്ളവരൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പോകേണ്ട സ്ഥലത്ത് സൗജന്യമായിട്ട് എത്തിച്ചു കൊടുക്കും. എല്ലാ ദിവസവും ഓട്ടം ഓടി കിട്ടുന്ന കാശിന്റെ ഒരു ചെറിയ ശതമാനം മാത്രം കുടുക്കയിലിട്ട് വെച്ചിട്ട് ബാക്കി കാശ് മുഴുവൻ ലക്ഷ്മിയെ ഏൽപ്പിക്കും. രാത്രി വീട്ടിലെത്തി ആഹാരം കഴിച്ചു ശേഷം അടുത്തുള്ളൊരു ശ്മശാനത്തിലേക്ക് പോകും. കാരണം വീട്ടിൽ ബാത്റൂം ഒന്നുമില്ലേ, അപ്പോൾ വെളിയിരിക്കാൻ പോകുന്ന അവിടെയാണ്. ഇവിടെ ഈ ശ്മശാനത്തിൽ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ഒരു പുള്ളിക്കാരനുണ്ട്, മല്ലി. മരിച്ചു പോകുന്ന ആളുകളൊക്കെ ദഹിപ്പിക്കുന്ന ആള്. പുള്ളിക്കാരൻ അതിന് കാശും കിട്ടും. അതാണ് മല്ലിയുടെ പണി. ശേഷം തിരിച്ച് വീട്ടിൽ വന്ന് ലക്ഷ്മിയുമായിട്ട് സെക്സ്വൽ റിലേഷനിൽ ഏർപ്പെടുന്നു, കിടന്നുറങ്ങുന്നു. ഇതാണ് നമ്മുടെ കൊമരിയുടെ ഒരു ദിവസം. ദെൻ അടുത്ത ദിവസം രാവിലെ മേൽജാതിയിൽപ്പെട്ട ഈ പുള്ളിക്കാരനാണ് ഈ ഗ്രാമത്തിന്റെ തലവൻ, ഇവിടുത്തെ സർപഞ്ച്. അഹങ്കാരത്തിനും ആർത്തിക്കും കയ്യും കാലും വെച്ചാൽ എങ്ങനെ ഇരിക്കുമോ അതാണ് പുള്ളി. താഴ്ന്ന ജാതിയിൽപ്പെട്ടവരെ തനി അടിമകളായിട്ട് മാത്രം കാണുന്ന, സ്ത്രീകളെ വെറും ഉപകരണങ്ങളായി മാത്രം കാണുന്ന, താഴ്ന്ന ജാതിയിലുള്ള പെണ്ണുങ്ങൾ തന്റെ ബെഡിലെത്താൻ വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരുത്തൻ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഗ്രാമത്തിലുള്ള ഏതോ പെണ്ണിനെ വളച്ച് കക്ഷത്തിലാക്കിയിരിക്കുകയാണ്. ഇയാൾ പറയുന്നത് എന്തും അവൾ ചെയ്യും. ഇത് നാട്ടുകാർക്കെല്ലാം അറിയാം, പക്ഷെ ആരും ഇയാളെ ചോദ്യം ചെയ്യത്തില്ല. ഇവിടുത്തെ നിയമ സംവിധാനങ്ങളൊക്കെ ഇയാൾ പറയുന്ന പോലെയാണ്. പോലീസുകാർ ഇയാൾ പറയുന്ന പോലെ ചെയ്യത്തുള്ളൂ. സർപഞ്ചിനെ ചോദ്യം ചെയ്താൽ അവർക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാകും. സർപഞ്ചിനെ എതിർക്കുന്ന കുറേ മേൽജാതിക്കാരുണ്ട്. അവരിൽ പ്രധാനമാണ് ഈ പുള്ളിക്കാരൻ. ഇപ്പോഴത്തെ സർപഞ്ച് മരിച്ചാൽ ഇയാളായിരിക്കും അടുത്ത സർപഞ്ച് ആവുക. ഇങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ സർപഞ്ചിനേക്കാളും കഷ്ടം. ഇങ്ങനെ സർപഞ്ച് ആവാൻ ആഗ്രഹിക്കുന്നതിന്റെ ഒരേ ഒരു കാരണം ഇപ്പോഴത്തെ സർപഞ്ച് ഒരു പെണ്ണിനെ കൂടെ കൊണ്ട് നടക്കുന്നുണ്ടല്ലോ, അവളെ കിട്ടണം. അതിനുവേണ്ടി മാത്രമാണ്. ഇത് ഇയാളുടെ സഹായി, പേര് സൈതലു. മുതലാളി ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നൊരു കാര്യമില്ല കേട്ടോ. ഇപ്പോഴത്തെ സർപഞ്ചിനെ കൊല്ലാൻ നമ്മൾ എന്തെങ്കിലും ചെയ്തെങ്കിൽ അങ്ങേക്ക് അടുത്ത സർപഞ്ച് ആവാം. പുറത്തുനിന്ന് ആളെ ഇറക്കണോ? സൈതലു, നമ്മളാണ് ഇതിന്റെയൊക്കെ പുറകിലെന്ന് ഒരാൾക്കും മനസ്സിലാവരുത്. ദൈവം തന്നെ അവന്റെ ജീവൻ എടുത്ത പോലെ ആവണം. കാര്യം മനസ്സിലായല്ലോ? ഇപ്പോഴത്തെ സർപഞ്ചിനെ കിൽ ചെയ്യുക. എന്നാൽ ഇവരാണ് കൊന്നതെന്ന് ആരും അറിയാൻ പാടില്ല. അതിന്റെ പേരിൽ അന്വേഷണം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ പ്ലാൻ ചെയ്ത് നടത്തിയെടുക്കുക എന്നുള്ളതാണ് ഇങ്ങേരുടെയും ഈ സൈതലുവിന്റെയും ഉദ്ദേശം. സൈതലു ഇപ്പൊ ഇങ്ങേർക്ക് ഐഡിയ ഒക്കെ പറഞ്ഞു കൊടുത്ത് ഇങ്ങേരുടെ കൂടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നാൽ ഇവന്റെ കാര്യത്തിൽ ഓരോ ഉറപ്പും പറയാൻ പറ്റത്തില്ല. ഒരുപക്ഷെ ഇപ്പോഴത്തെ സർപഞ്ച് സൈതലുവിന് കൂടുതൽ പണം കൊടുത്താലോ അവനെ അങ്ങോട്ട് വലിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്താലോ സൈതലു അങ്ങോട്ട് മറിയും. രണ്ട് വെള്ളത്തിൽ കാലി ഔട്ടി നിൽക്കുന്ന അങ്ങനത്തെ ഒരുത്തൻ. അടുത്ത ദിവസം രാവിലെ നമ്മുടെ കൊമരി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരോ അവന്റെ ഫോണിലേക്ക് വിളിച്ച് എന്തോ വളരെ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു. ആരാണ് വിളിച്ചതെന്നോ എന്താണ് പറഞ്ഞതെന്നോ എന്നൊന്നും നമ്മളെ കേൾപ്പിക്കുന്നില്ലെങ്കിലും എന്തോ വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിച്ചുകൊണ്ടിരുന്നത് പകുതിക്ക് നിർത്തിയിട്ട് കൊമരി നേരെ ഓട്ടോയും എടുത്ത് പോകുന്നുണ്ട്. കഴിക്കുന്നത് പകുതിക്ക് വെച്ച് നിർത്തിയിട്ട് എങ്ങോട്ട് ഈ തിരക്ക് പിടിച്ച് പോകുന്നതെന്ന് ലക്ഷ്മി ചോദിക്കുന്നുണ്ടെങ്കിലും കൊമരി ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. ഇത്ര തിരക്ക് പിടിച്ച് പോകാൻ മാത്രം എന്താ പ്രശ്നം? നേരെ ജസ്തിപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊമരി ചെല്ലുന്നത്. എന്താണെന്നാൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു അച്ഛനെയും മകളെയും പോലീസുകാർ പിടിച്ചു വെച്ചിരിക്കുന്നു. ഇവിടെ കൃഷിപ്പണിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന രണ്ടുപേരാണ്. സ്വന്തം പറമ്പിലല്ല, ലാൻഡ് ലോഡിന്റെ പറമ്പിൽ. ഇന്നലെ രാത്രി പണിയൊക്കെ കഴിഞ്ഞ് ഇവർ തിരിച്ചു പോകുന്ന വഴി ഈ ലാൻഡ് ലോഡിന്റെ മകൻ ബൈക്കും കൊണ്ടുവന്ന് ഈ പെങ്കൊച്ചിനെ ഇടിച്ചു. അതിന്റെ പേരിൽ കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടി രാവിലെ സ്റ്റേഷനിൽ വന്നതാണ്. പക്ഷേ പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോൾ കേസ് ആകെ തിരിഞ്ഞു. ലാൻഡ് ലോഡിന്റെ മകൻ ഇവളെ ബൈക്ക് കൊണ്ട് ഇടിച്ചെന്നല്ല, ഇവള് ലാൻഡ് ലോഡിന്റെ മകന്റെ ബൈക്കിൽ ഇടിച്ചു എന്നായി കേസ്. വല്ലാത്ത ജാതി. കേൾക്കുന്ന ഏതൊരാൾക്കും അറിയാം അതൊരു കള്ളക്കേസാണെന്ന്. പക്ഷേ ഈ നാട്ടിലെ നിയമം ഇങ്ങനെയാണ്. പോലീസുകാർ അവർക്ക് കാശ് കൊടുക്കുന്നവരെയും ഉയർന്ന ജാതിയിലുള്ളവരെയും മാത്രമേ സപ്പോർട്ട് ചെയ്യൂ. ഈ പ്രശ്നം ഒന്ന് ഒത്തുതീർപ്പാക്കാനും അവരോടൊക്കെ ഒന്ന് സംസാരിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ കൊമരിയെ വിളിച്ചു വരുത്തിയത്. എന്നാൽ പ്രശ്നങ്ങളൊക്കെ സംസാരിക്കാൻ ചെന്ന കൊമരിയുടെ ചെപ്പക്കുറ്റിക്കെട്ട് ലാൻഡ് ലോഡ് ഒരെണ്ണം കൊടുക്കുന്നുണ്ട്. അതും സ്റ്റേഷനിലെ SIയുടെ മുന്നിലിട്ട്. അവരൊക്കെ ലാൻഡ് ലോഡിന്റെ ആളുകളാണല്ലോ. ദേ, ഇത് നിന്റെ ജാതിയിലുള്ള എല്ലാവരും ഒരു പാഠമായിരിക്കണം. ഇനി ഒറ്റ ഒരുത്തന് എനിക്കിതേ വന്നേക്കരുത് എന്നൊക്കെ പറഞ്ഞ് അടിയും കൊടുത്ത് കൊമരിയെയും ആ അച്ഛനെയും മകളെയും പറഞ്ഞു വിട്ടു. ശേഷം കൊമരിയും
ബലീജയും ജോലിക്ക് ഇറങ്ങി. എന്ത് പറ്റിയെന്നോ കള്ളു കുടിക്കാനുള്ള കാശ് കാണത്തില്ല. എന്തായാലും കൊമരിയുടെ കൂടെ ഇറങ്ങിയിട്ടുണ്ട് ബലീജ. ഇന്ന് കൊമരിയുടെ അനിയൻ ജങ്കയ്യ പോലീസ് അക്കാഡമിയിലേക്ക് പോകുന്നുണ്ട്. അവന്റെ സെലക്ഷന്റെ കാര്യങ്ങളൊക്കെ നോക്കി നാളെ വൈകുന്നേരം മാത്രമേ അവൻ തിരിച്ചു വരൂ. ചേട്ടനോടും ബലീജയോടും ഒക്കെ യാത്ര പറഞ്ഞ് ടൗണിലേക്കുള്ള ബസ്സിൽ കയറി. ഇതേ ബസ്സിൽ ഈ ടൗണിലേക്ക് വന്ന ഒരു മോഡേൺ ഗേളും ഉണ്ടായിരുന്നു. മോഡേൺ ഡ്രസ്സൊക്കെ ധരിച്ച ഏതോ സിറ്റിയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന ഒരു പെൺകുട്ടി. ഇന്നിപ്പോൾ കുറേ നേരമായിട്ട് ഓട്ടം കിട്ടാതെ കൊമരി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഈ പെണ്ണിനെ കണ്ടപ്പോൾ മാഡത്തിന് എങ്ങോട്ടാ പോകേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഇവൻ അങ്ങോട്ട് ഇരുന്നു. എന്നാൽ ഒരു ടാക്സി ഡ്രൈവർ വന്ന് കൊമരിയെ തടഞ്ഞു. അവൾക്ക് പോകാൻ ഓൾറെഡി ടാക്സി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാരണപ്പാ നമ്മുടെ നാട്ടിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ഇവരിങ്ങനെ ചോദിക്കുന്നത് ആ സമയത്ത് അവിടെയുള്ള സൈദലു കേൾക്കുന്നുണ്ട്. അപ്പോൾ സൈദലു പറയും, ഇത് നമ്മുടെ സർപ്പഞ്ചിന്റെ മോളാ, നഗരത്തിൽ പഠിക്കാൻ പോയിട്ട് വരിക. ഇങ്ങനെ നിൽക്കുമ്പോൾ കൊമരിയുടെ ഓട്ടോയിൽ ഓട്ടം പോകാൻ രണ്ടുപേര് വന്നു. കൊമരിയും ബലീജയും അവരെയും കൊണ്ട് ഓട്ടം പോകുന്നു. അങ്ങനെ അന്നത്തെ ദിവസം കുറച്ച് ഓട്ടോ ഒക്കെ കിട്ടി, അത്യാവശ്യം പൈസയൊക്കെ കിട്ടി. കൊമരി തിരിച്ച് വീട്ടിൽ പോയി. എന്നാൽ വേറൊരുത്തനുണ്ടല്ലോ ബലീജ, അവൻ വീട്ടിലേക്ക് പോകേണ്ടതിന് പകരം നേരെ ബാറിലേക്ക്. ബാറല്ല, കള്ള് ഷാപ്പ്. കിട്ടിയ പൈസ മൊത്തം ഷാപ്പിൽ കൊടുത്ത് തീർത്തു. അടിയോടടി. കുടിച്ചു ബോധം പോയി ഒരു ലക്കും ലഗാനും ഇല്ലാതാണ് പുള്ളി എഴുന്നേറ്റ് വരുന്നത്. എന്നിട്ട് അബദ്ധത്തിൽ ആടി നടന്ന് ഷാപ്പിൽ വന്നൊരു മേൽജാതിക്കാരന്റെ മേത്തിടിച്ചു. എന്നിട്ട് അങ്ങനെ ഷർട്ടിന് കുത്തി പിടിക്കുകയും ചെയ്തു. അടിപൊളി. പ്രശ്നം ഉണ്ടാവാൻ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും കാരണം വേണോ? അവന്മാർ ഇവനെ തൂക്കിയെടുത്തുകൊണ്ട് പോയി സർപ്പഞ്ചിന്റെ വീട്ടിൽ കെട്ടിയിട്ട് ശരിക്കും തല്ലുന്നുണ്ട്. തല്ലി ബലീജയുടെ ഊപ്പാടിളക്കി. അടുത്ത ദിവസം രാവിലെ സംഭവം പറഞ്ഞ് കൊമരി സർപ്പഞ്ചിന്റെ വീട്ടിലെത്തി. എന്താടാ കൊമരി, ഇവന് വേണ്ടി നീയാണോ വരണ്ടേ? ഇവന്റെ ഭാര്യ ഇല്ലയോ? അവള് വരട്ടെ, അവള് വന്നാൽ മാത്രമേ ഇവനെ വിടൂ. തുടർന്ന് റമലുവിന് വരേണ്ടി വന്നു. റമലു വന്ന് സർപ്പഞ്ചിന്റെ കാല് പിടിച്ച് തന്റെ ഭർത്താവിനെ വിടണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങേരോട് കെഞ്ചുന്നു. എന്നാൽ സർപ്പഞ്ചാണെങ്കിലോ ബലീജയുടെയും കൊമരിയുടെയും മുന്നിൽ വെച്ച് തന്നെ ഇവളുടെ ശരീരത്ത് പിടിക്കുന്നൊക്കെ ഉണ്ട്. ബലീജയ്ക്ക് വല്ലാണ്ട് ദേഷ്യം വരുന്നുണ്ടെങ്കിലും അവനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവനെ കെട്ടിയിട്ടിരിക്കുവാണല്ലോ, നല്ല അടിയും കൊണ്ടിട്ടുണ്ട്. തന്റെ കൺമുന്നിൽ വെച്ച് ഒരു പെണ്ണിനോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടും കൊമരി നിസ്സഹായനാണ്. ഇപ്പൊ പ്രതികരിക്കാൻ പോയാൽ വലിയ പ്രശ്നമാവും, കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവും. സർപ്പഞ്ച് എന്ത് പറയുന്നു അത് കേൾക്കുക, അത്രേ പറ്റുള്ളൂ. റമലു ഇങ്ങേറെ കാല് പിടിച്ച് കെഞ്ചിയപ്പോൾ സർപ്പഞ്ച് ബലീജയുടെ കെട്ടഴിച്ച് അവനെ കൊണ്ടുപോകോളാൻ പറയുന്നു. ഒരു മിനിറ്റേ, അങ്ങനെ അങ്ങ് പോയാൽ എങ്ങനെ ശരിയാവും? നിന്റെ കെട്ടിയോനെ ഇവിടെ കൊണ്ടുവന്നുകൊണ്ട് ഇവിടെ മൊത്തം വൃത്തികേടായി. ഇവിടെ എല്ലാം തൂത്ത് തുടച്ച് വൃത്തിയാക്കിയിട്ട് നീ പോയാൽ മതി. റമലു മുറ്റം തൂക്കാൻ ചൂല് നോക്കുമ്പോൾ ചൂലൊന്നുമില്ല, നീ നിന്റെ സാരി അഴിച്ച് തൂത്താ മതി. ഗതികേട്. ഇവർക്ക് മുന്നിൽ വേറെ വഴിയില്ല. അവളും അവളുടെ സാരി തുമ്പ് കൊണ്ട് മുറ്റം ക്ലീൻ ചെയ്യുന്നു. ബലീജയുടെ നശിച്ച കുടി കാരണം അനുഭവിക്കുന്നത് അവന്റെ ഭാര്യ. ഇതിനൊക്കെ തുടർന്ന് ആകെ വിഷമത്തിലായ ബലീജ ഇനി താൻ ഒരിക്കലും മദ്യപിക്കില്ല, കള്ളുകൂടി നിർത്തുവെന്ന് അവന്റെ ഭാര്യയ്ക്ക് ഉറപ്പ് കൊടുത്തു. കുറച്ച് സമയം കൂടെ കഴിഞ്ഞ് നമ്മുടെ ജങ്ക തിരിച്ചു വരുന്നു. വന്നപ്പോൾ കാണുന്നതോ ഇവിടെയുള്ള ഇങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ. ഇതെന്താ ബലീജ, എന്താ പറ്റിയേ? ജങ്കയ്ക്ക് ഒരു എടുത്തുചാട്ട സ്വഭാവം ഉണ്ടല്ലോ. ഇവിടെ നടന്ന യഥാർത്ഥ സംഭവം അറിഞ്ഞാൽ ജങ്ക എന്തായാലും സർപ്പഞ്ചിനോട് വഴക്കുണ്ടാക്കാൻ പോകും. അത് വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കും. അതുകൊണ്ട് ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് അവനോട് പറയുന്നില്ല. ഇതൊരു ആക്സിഡന്റ് പറ്റി, ഒന്ന് വീണു, അങ്ങനെ മുറിഞ്ഞാണെന്നൊക്കെ പറഞ്ഞ് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. ഹാപ്പി ന്യൂസ് ആയിട്ടാണ് ജങ്ക തിരിച്ചു വന്നിരിക്കുന്നത്. അവന് പോലീസിൽ സെലക്ഷൻ കിട്ടി. ഇനി അവനൊരു കോൺസ്റ്റബിൾ ആണ്, അതും സ്വന്തം നാട്ടിൽ തന്നെ കിട്ടി. ആ സന്തോഷത്തിൽ ലക്ഷ്മിക്ക് വേണ്ടി പുതിയൊരു സാരിയൊക്കെ വാങ്ങിയിട്ടാണ് വന്നത്. അയ്യോ ജങ്ക, ഇപ്പം ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലോ. ഇങ്ങനെ ഞങ്ങൾക്കൊക്കെ വേണ്ടി ഓരോന്നും മേടിക്കാതെ നീ പൈസ സേവ് ചെയ്യണം. കയ്യിൽ കാശ് കുറവായിട്ടും ഉള്ളത് മുടക്കി ലക്ഷ്മിക്ക് വേണ്ടി ഇവൻ സാരി മേടിച്ചത് എന്തുകൊണ്ടാണെന്നറിയോ? ജങ്ക ഇവളെ സ്വന്തം അമ്മയായിട്ടാണ് കരുതുന്നത്. ജങ്കയും കൊമരിയും അച്ഛനും അമ്മയും ഒന്നും ഇല്ലാതെ വളർന്ന കുട്ടികളാണ്. അവരെ നോക്കി വളർത്തിയത് ഇവരുടെ അങ്കിളാണ്. കൊമരി ലക്ഷ്മിയെ വിവാഹം കഴിച്ചതിന് ശേഷമാണ് ഇവരുടെ ജീവിതം ഒന്ന് പച്ച പിടിച്ചെന്ന് പറയാം. കൊമരിക്കും ജങ്കയ്ക്കും ഒക്കെ വേണ്ടി അവൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലോ. ആ ഒരു സ്നേഹമാണ് ജങ്കയ്ക്ക്. ലൈഫിൽ അവൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അവനവൻ്റെ സ്വന്തം അമ്മയെ പോലെ കരുതുന്ന ഈ ലക്ഷ്മിയെയാണ്. അതിനൊക്കെ ശേഷം ലക്ഷ്മി കൊമരിക്ക് ആഹാരമൊക്കെ വിളമ്പി കൊടുക്കുന്നു. ഫുഡിന് ശേഷം സാധാരണ ഇവരുടെ പ്രൈവറ്റ് മൂവ്മെന്റിലേക്ക് പോകാറുണ്ട്. അതാണ് ഒരു ശീലം. പക്ഷേ ഇന്ന് എന്തോ കൊമരിക്ക് അങ്ങോട്ടൊരു ഇൻട്രസ്റ്റ് തോന്നുന്നില്ല. ഇൻട്രസ്റ്റ് ഇല്ലാത്തതാണോ ഇവൻ മനഃപൂർവ്വം ഒഴിവാക്കുന്നതാണോ എന്നറിയത്തില്ല. ലക്ഷ്മി അവൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ ഇന്നിത് വേണ്ട എന്ന് പറഞ്ഞ് കൊമരി മാറി. ശേഷം അടുത്ത ദിവസം നമ്മുടെ ജങ്കയെ കൊമരിയാണ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവിടുന്നത്. ഇന്നാണ് അവന് ജോയിൻ ചെയ്യേണ്ടത്. ജോലിക്ക് കയറി ജങ്ക നല്ല എക്സൈറ്റഡ് ആണ്. പോലീസായിട്ട് ജോലിയൊക്കെ കിട്ടി കഴിയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ചോരത്തിളപ്പ് ഉണ്ടാവുമല്ലോ. ഇവിടെ തെളിയിക്കാതെ കിടക്കുന്ന കേസുകൾ വല്ലതും ഉണ്ടോ? അങ്ങനെ വല്ലതുള്ള കേസുകൾ ഉണ്ടെങ്കിൽ ഞാൻ ഇൻവെസ്റ്റിഗേഷൻ ആണോ ഉദ്ദേശിക്കുന്നത്? ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് അത് കണ്ടുപിടിച്ച് തരാം. കളിയാക്കിയതല്ല. നമ്മുടെ ജങ്കയ്ക്ക് ചെറിയൊരു വിക്കുണ്ട്. അവൻ സംസാരിക്കുമ്പോൾ അങ്ങനെ വരാറുണ്ട്. മോനെ ജങ്ക, നീ കരുതുന്ന പോലെ ഇത് അത്ര എളുപ്പമുള്ള പണിയല്ല. മേലുദ്യോഗസ്ഥർ പറയുന്നത് എന്താണെങ്കിലും അതങ്ങ് കേട്ടേക്കണം. എതിർക്കാനോ തർക്കിക്കാനോ ഒന്നും പോകരുത്. ഈ യൂണിഫോം ഇടുമ്പോൾ ജനത്തിന് നമ്മളോട് റെസ്പെക്ട് തോന്നും. എന്നാൽ നീ ഇവിടെ ചെയ്യുന്നത് നേരത്തെ നീ എങ്ങനെ ജീവിച്ചോ അതുപോലൊക്കെ തന്നെയുള്ള കാര്യങ്ങളായിരിക്കും. ഉയർന്ന പോസ്റ്റിലിരിക്കുന്നവർ പറയുന്നത് എന്താണെങ്കിലും കണ്ണും പൂട്ടി ചെയ്തേക്കണം. അതിൽ മറുത്ത് ചിന്തിക്കാൻ പാടില്ല. എന്തായാലും ജോലിയൊക്കെ കിട്ടി ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് നമ്മുടെ ജങ്ക. പുള്ളിക്കാരൻ എസ്ഐഡ് എടുത്ത് ചെന്നപ്പോൾ നീ ഇന്ന് ജോയിൻ ചെയ്തല്ലേ, ഒരു കാര്യം ചെയ്യ്, ദാ ഈ ലിസ്റ്റിലുള്ള പച്ചക്കറി എല്ലാം വാങ്ങിച്ചുകൊണ്ട് എൻ്റെ വീട്ടിൽ കൊണ്ടു കൊടുക്ക്. എസ് ഐ ഇങ്ങനെ പറഞ്ഞുകൂടെ ജങ്കയുടെ മുഖം അങ്ങ് മാറി. പച്ചക്കറി വാങ്ങാൻ വേണ്ടിയാണോ ഞാൻ പോലീസായത്? അങ്ങനെ ചോദിച്ചില്ല. ചോദിച്ചാൽ ആദ്യ ദിവസം തന്നെ പണിഷ്മെന്റ് കിട്ടും. നല്ല പച്ചക്കറി നോക്കി വാങ്ങിക്കോണം കേട്ടോ. ചീഞ്ഞതങ്ങാണെങ്കിൽ അടിച്ച് നിന്റെ മോന്തയാതിരിക്കും. എങ്ങനെയുണ്ട്? ഇതാണ് അവസ്ഥ. ഒന്നാമത്തെ ദിവസം കിട്ടിയ ജോലി. ഇപ്പൊ ജങ്കയ്ക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് ബലീജ അടുത്ത ഗ്രാമത്തിൽ പോയി പച്ചക്കറി വാങ്ങിയതെന്ന്. ഇവിടുത്തെ എസ് ഐക്ക് വരെ അങ്ങേരുടെ ഭാര്യയെ പേടിയാണ്, പ്രത്യേകിച്ച് പച്ചക്കറിയുടെ കാര്യത്തിൽ. നല്ല പച്ചക്കറി കിട്ടിയില്ലെങ്കിൽ പണി കിട്ടുമെന്ന് അങ്ങേർക്ക് അറിയാം. അങ്ങനെ പച്ചക്കറിയൊക്കെ വാങ്ങി ജങ്ക തിരിച്ചു പോകുന്ന സമയത്ത് ജങ്കയുടെ അങ്കിൾ ഇവനെ ഫോൺ ചെയ്യുന്നു. അച്ഛനും അമ്മയും ഇല്ലാത്ത ജങ്കയും കൊമരിയും വളർത്തിയത് അവരുടെ അങ്കിളാണെന്ന് പറഞ്ഞിരുന്നല്ലോ. ഹലോ ജങ്ക, നീ ഇതെവിടാ? കൊമരി നിന്റെ കൂടെ ഉണ്ടോ? അമ്മാവാ, ഇപ്പം ഞാൻ ഡ്യൂട്ടിയിലാണ്. അത് ശരി, എനിക്ക് നിന്നോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ഇപ്പം നമ്മുടെ കൊമരിയുടെ സമയം അത്ര നല്ലതല്ല. ഗ്രഹനില അനുസരിച്ച് അവനിപ്പോൾ വളരെ മോശം സമയമാണ്. നീ അവനെ ഒന്ന് ശ്രദ്ധിച്ചോണം. നമ്മളിൽ നിന്ന് ഒരുപാട് അകലെയുള്ള മറ്റ് ഗ്രഹങ്ങൾ കൊമരിയെ സ്വാധീനിക്കുന്നുണ്ടെന്നാണ് ഇങ്ങേര് പറഞ്ഞു വരുന്നത്. ഈ പുള്ളിക്കാരൻ ഈ മന്ത്രം തന്ത്രം അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഒരു തരത്തിലൊരു മന്ത്രവാദിയാണ്. കണ്ടില്ലേ മാലയൊക്കെ ഇട്ടിരിക്കുന്നേ. ഓം ഹ്രീം കുട്ടിച്ചാത്ത ആഹാ സ്വാഹ, ഇതൊക്കെയാണ് പുള്ളിയുടെ ലൈൻ. പിന്നെ ഇവർ വിശ്വസിക്കുന്ന ശാസ്ത്രം നമ്മൾ വിശ്വസിക്കുന്ന ശാസ്ത്രവും
ശാസ്ത്രവുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ലാത്ത ശാസ്ത്രമാണ്. പക്ഷേ ഗ്രഹങ്ങളും അതും ഇതൊക്കെ ഉള്ളൊരു ശാസ്ത്രം തന്നെയാണ്. അത് കുറച്ച് സ്പിരിച്വൽ വേയിലുള്ള സംഭവം ആയതുകൊണ്ട് പുള്ളിക്ക് എങ്ങനെ ജ്ഞാനക്കണ്ണിലൂടെ കാണാൻ പറ്റി കൊമരിയുടെ സമയം അത്ര നല്ല സമയമല്ലെന്ന്. ഇദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് ജങ്കയ്ക്ക് ഒരുമാതിരി അങ്ങ് ടെൻഷൻ ആവുന്നുണ്ട്. ജങ്ക ഈ ബ്ലാക്ക് മാജിക് അതായത് അമ്മാതിരി കാര്യങ്ങളിലൊന്നും വിശ്വസിക്കുന്നില്ല. അന്ധവിശ്വാസി അല്ലെങ്കിലും വിശ്വാസിയാണ്. തങ്ങളുടെ അങ്കിൾ ഈ ഒരു ഫീൽഡിൽ എത്രമാത്രം അറിവുള്ള വ്യക്തിയാണെന്ന് ഇവൻ അറിയാം. അങ്കിളാണല്ലോ ചെറുപ്പം മുതൽ ഇവരെ വളർത്തിയത്. അങ്കിളിന് ഇവന് വിശ്വാസമാണ്. അങ്കിളിന് ഇതുവരെ തെറ്റ് പറ്റിയിട്ടില്ല. സോ അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് കൊമരിക്ക് എന്തെങ്കിലും പ്രശ്നം വരുമോ എന്ന് ഇവൻ ആശങ്കപ്പെടുന്നുണ്ട്. ഇതേ സമയം തന്നെ ഇവിടുത്തെ സർപ്പഞ്ച്, അതായത് ഇവിടുത്തെ ഗ്രാമത്തലവൻ, ഗ്രാമത്തിന് പുറത്തുള്ള മറ്റാരോടോ എന്തൊക്കെയോ ബിസിനസ് പരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് കാർ ഓടിച്ചു പോകുന്നു. കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ ഫോൺ യൂസ് ചെയ്യാൻ പാടുണ്ടോ? പാടില്ല. എന്നാലും പുള്ളിക്കാരനൊന്നും വകവെക്കാതെ ഫോണൊക്കെ യൂസ് ചെയ്ത്, ഞാൻ പറഞ്ഞില്ലേ നിങ്ങളിങ്ങ് വന്നാൽ മതി, ഞാനിപ്പോൾ അമ്പലത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുക, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം, ഇവിടെ സകലതും എൻ്റെ കൺട്രോളിലാണ്. അതിനെ ഇദ്ദേഹവുമായി ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി, നിങ്ങളുടെ കോൺഫിഡൻസ് ഒക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും, പക്ഷേ ആ അമ്പലത്തിനെ പറ്റിയുള്ള കാര്യങ്ങൾ വില്ലേജേഴ്സ് അറിഞ്ഞാൽ പ്രശ്നമല്ലേ? നിങ്ങളോടല്ലേ പറഞ്ഞേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഞാനാ, എല്ലാം എൻ്റെ കൺട്രോളിലാണ്, നിങ്ങൾ ധൈര്യമായിട്ട് ഇങ്ങനെ പോരുന്നേ എന്ന് പറഞ്ഞ് നാവെടുത്തില്ല. ഇങ്ങേറെ കാറിന് മുന്നിൽ എന്തോ പശുവോ കാളയോ എന്താണ്ട് ചാടി കാറ് വെട്ടിച്ചു, കാറ് മറിയുന്നു. കട്ട് ചെയ്താൽ നമ്മുടെ ബലീജ പോലീസ് സ്റ്റേഷന് മുന്നിലൂടെ തിരക്ക് പിടിച്ച് ഓടിപ്പോകുന്നതും ബലീജ ഇങ്ങനെ ഓടിപ്പോകുന്നത് കണ്ടിട്ട് ജങ്ക സൈക്കിൾ എടുത്ത് അവന് പുറകെ പോകുന്നതുമാണ് നമ്മൾ കാണുന്നത്. ബലീജ ഓടി ചെല്ലുന്നത് കൊമരിയെ കാണാനാണ്. സംഭവം എന്താണെന്നാൽ ഇവിടുത്തെ ഗ്രാമത്തലവൻ ആ സർപ്പഞ്ചില്ലേ അങ്ങേര് മരണപ്പെട്ടു. കാർ ആക്സിഡന്റിൽ പുള്ളിക്കാരൻ മരിച്ചു. ബലീജയുടെ ഭാര്യയുടെ സാരി അഴിപ്പിച്ചവനല്ലേ, ബലീജയ്ക്ക് സന്തോഷമാകാതിരിക്കുമോ? ഇത് നമ്മൾ ആഘോഷിക്കണം, അവന്റെ മരണം എനിക്ക് എത്ര സന്തോഷം തരുന്നുണ്ടെന്ന് അറിയുമെന്നൊക്കെ ചോദിച്ച് ബലീജ പറയുമ്പോൾ, നീ എന്തുകൂടെ പറയുന്നേ, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, അയാൾക്കൊരു മോളുള്ളതല്ലേ, ഇനി ആ കൊച്ചിന്റെ കാര്യം എന്തുവാകും, ഒരാളുടെ മരണത്തിനാണോ ആഘോഷിക്കുന്നേ എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് കൊമരി അവിടുന്ന് നടന്നു മാറിപ്പോകുന്നു. സർപ്പഞ്ച് ഇവരെ എന്തുമാത്രം ഉപദ്രവിച്ചിട്ടുണ്ട്, എത്ര മോശമായിട്ടുള്ള രീതിയിലാണ് ഇവരെ അവൻ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. വെറും അടിമകളെ കണക്കല്ലേ താഴ്ന്ന ജാതിയിൽപ്പെട്ടവരെ അവൻ കണ്ടിരുന്നത്. എന്നിട്ട് പോലും സർപ്പഞ്ച് മരിച്ചു എന്ന് കേട്ടപ്പോൾ കൊമരിക്ക് വിഷമമാവുന്നുണ്ട്. സർപ്പഞ്ച് ഇവരെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ടെങ്കിലും സർപ്പഞ്ചിന്റെ മകളുടെ കാര്യം ഇനി എങ്ങനെയായിരിക്കും, അവൾക്ക് മുന്നോട്ട് ജീവിക്കണ്ടേ, പഠിക്കണ്ടേ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ കൊമരിക്ക് എന്തോ വിഷമമാവുന്നു. കൊമരി അങ്ങനെയാണ്. എന്നാൽ ബലീജയും ജങ്കയും നേരെ ഓപ്പോസിറ്റ്. ചാവണ്ടവൻ ചത്തു, നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക, അത്ര തന്നെ. സർപ്പഞ്ചിന്റെ മരണത്തിൽ സംശയിക്കത്തക്കതായിട്ടൊന്നുമില്ല. കാർ ആക്സിഡന്റ് ആയിട്ടാണ് പുള്ളി മരിച്ചത്. എന്നാൽ ഇതൊരു കൊലപാതകമാകാനുള്ള സാധ്യതയില്ലേ? ഈ സർപ്പഞ്ചിനെ കൊല്ലാൻ മേൽജാതിയിൽപ്പെട്ട ഒരുത്തൻ നേരത്തെ പ്ലാൻ ചെയ്യുന്നത് നമ്മൾ കണ്ടിരുന്നു. അങ്ങനെ കൂടെ ഉണ്ടായിരുന്ന സൈദലു എന്നൊരുത്തന്റെ സഹായത്തോടെ പുറത്തു നാളെ വരുത്തി തന്ത്രപരമായി അവനെ കൊല്ലിച്ചേക്കാം എന്നൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അടുത്ത സർപ്പഞ്ച് ആവാൻ പോകുന്ന ആ പുള്ളിക്കാരനിലേക്ക് ഒരിക്കലും ഇത് എത്താൻ പാടില്ല. ആ രീതിയിൽ തന്ത്രപരമായിട്ട് പ്ലാൻ ചെയ്ത് തെളിവുകളൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം കൊല്ലാൻ എന്നും പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും സംശയിക്കാമല്ലോ, ഇത് അവന്മാരുടെ പണിയായിക്കൂടെ? എന്തായാലും സർപ്പഞ്ചിന്റെ മരണത്തെയൊക്കെ തുടർന്ന് അദ്ദേഹത്തിന്റെ മകൾ വളരെയധികം വിഷമത്തോടെ അവളുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഇവിടുന്ന് പുറപ്പെടുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ശേഷം ജാസിപ്പള്ളിയിലുള്ള ഒരു വർഷങ്ങളായി ആചരിച്ചു വരുന്ന ഒരു ഉത്സവവും അതിന്റെ ആഘോഷങ്ങളും പരിപാടികളൊക്കെ കാണിക്കുന്നു. അതിനൊക്കെ ശേഷം നമ്മുടെ ജങ്ക പോലീസ് സ്റ്റേഷനിൽ നിൽക്കുന്ന സമയം ലക്ഷ്മി അവനെ കോൺടാക്ട് ചെയ്ത് എന്തോ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. അന്നത്തെ ഇവന്റെ ജോലി സമയം തീർന്നില്ലെങ്കിലും ഹാഫ് ഡേ ലീവ് എടുത്ത് ജങ്ക തിരക്ക് പിടിച്ച് വീട്ടിലേക്ക് പോകുന്നു. കാര്യം എന്താണെന്നാൽ ഇന്നലെ രാത്രി കൊമരി വെളിക്കിരിക്കാൻ പോയിട്ട് ഇതുവരെ വന്നില്ല. ഇവരുടെ വീട്ടിൽ ടോയ്ലറ്റ് ഇല്ലാത്തതുകൊണ്ട് പുറത്തൊരു ശ്മശാനത്തിന്റെ അവിടെ ആയിരുന്നല്ലോ ഇവർ പോകുന്നത്. ഇന്നലെ രാത്രി പോയ കൊമരി ഇന്നിപ്പോൾ ഉച്ചയായിട്ടും തിരിച്ചു വന്നിട്ടില്ല. ലക്ഷ്മി ആകെ പേടിച്ചിരിക്കുവാണ്. തുടർന്ന് ജങ്ക കൊമരിയെ തേടി പോകുന്നു. ഇപ്പൊ കൊമരിക്ക് അത്ര നല്ല സമയമല്ല, അവന്റെ ഗ്രഹനിലയൊക്കെ വിഷയമാണെന്നുള്ള രീതിയിൽ ഇവരുടെ അങ്കിളും പറയുന്നുണ്ടായിരുന്നു. ജങ്കയും ബലീജയും ഗ്രാമം മുഴുവൻ കൊമരിയെ തിരക്കുന്നുണ്ട്. തിരക്കി അവസാനം ഇവർ ആ ശ്മശാനത്തിലെത്തി, ആളുകളെ ദഹിപ്പിക്കുന്ന സ്ഥലത്ത്. അവിടെ ഇവരൊരു ഞെട്ടിക്കുന്ന കാഴ്ച കാണുവാണ്. ഒരു ചിതയിൽ 2 തലയോട്ടികൾ കിടക്കുന്നു. ഇതെങ്ങനെ ശരിയാവും? ഒരു ചിതയിൽ എന്തായാലും 2 മനുഷ്യരെ കത്തിക്കത്തില്ല, ഒരാളെ മാത്രമേ കത്തിക്കൂ. എന്നാൽ ഇവിടെ ഒരു ചിതയിൽ തന്നെ 2 തലയോട്ടികൾ. ഗ്രാമത്തിൽ നിന്ന് ഇപ്പോൾ കാണാതായിരിക്കുന്ന ഒരേ ഒരു വ്യക്തി കൊമരി മാത്രമാണ്. വിച്ച് മീൻസ് കൊമരിയെ ആരൊക്കെയോ കൊന്നു കത്തിച്ചു, അല്ലെങ്കിൽ എങ്ങനെയോ കൊമരി മരിച്ചു. എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം വ്യക്തമല്ല. കൊമരി മരിച്ചു എന്നുള്ള കാര്യം ഇവരുടെ അങ്കിളും സ്ഥിരീകരിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ ഇങ്ങനെ കബഡി നിരത്തി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയാൻ പറ്റുമല്ലോ. പറ്റുമായിരിക്കണം. എന്തായാലും ഇവിടെ ഇദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കൊമരി മരണപ്പെട്ടു എന്ന് ഇദ്ദേഹം സ്ഥിരീകരിച്ചു. ഈ സംഭവം വലിയ വാർത്തയാവുന്നുണ്ട്. വാർത്തകളിലൊക്കെ പറയുന്നത് ഗ്രാമത്തിലെ ദുർമന്ത്രവാദം നടന്നിരിക്കുന്നു, ദുർമന്ത്രവാദത്തിന് വേണ്ടി ഒരാളെ കൊന്നിരിക്കുന്നു, കൊമരി അങ്ങനെയാണ് കൊല്ലപ്പെട്ടത് എന്നൊക്കെയാണ്. ഒരുപക്ഷെ ആയിരിക്കാം ഈ ഗ്രാമത്തിൽ ആരൊക്കെയോ ദുർമന്ത്രവാദം നടത്തുന്നു എന്നുള്ളതിന്റെ സൂചനകൾ നമ്മൾ നേരത്തെ കണ്ടിരുന്നല്ലോ. TV റിപ്പോർട്ടേഴ്സ് കൊമരിയെ പറ്റി നാട്ടുകാരോടൊക്കെ ചോദിക്കുമ്പോൾ അവരെല്ലാവരും കൊമരിയെ പറ്റി നല്ലത് മാത്രമേ പറയുന്നുള്ളൂ. സ്വാഭാവികം, അങ്ങനെയല്ലേ പറയൂ. നല്ലവനല്ലെങ്കിലും നല്ലവനാണെന്നേ അവർ പറയൂ. ഇവിടെ കൊമരിയുടെ കാര്യത്തിൽ ഇവർക്ക് ആർക്കും കള്ളത്തരം പറയേണ്ടി വരുന്നില്ല. കാരണം കൊമരിയുടെ ജീവിതം എങ്ങനെയാണെന്ന് നമുക്കറിയാം. വളരെ സത്യസന്ധനായ മാന്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു. ഇവർക്കൊക്കെ എന്തെങ്കിലും പ്രശ്നം നേരിടുവാണെങ്കിൽ ആദ്യം ഓടിയെത്തുന്നത് കൊമരിയായിരുന്നു, ഒരു തുണയായിരുന്നു. അങ്ങനെയുള്ളൊരു വ്യക്തി മരിച്ചപ്പോൾ നാട്ടിൽ ഒരുപാട് പേർക്ക് വിഷമാവുന്നുണ്ട്. ആ ഒരു സീനോടെ കട്ടായാൽ അടുത്ത സീനിൽ കൊമരി മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് മറ്റൊരു സ്ഥലത്ത് നടന്ന കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഇവളുടെ പേര് കവിത. കവിത ഇപ്പോൾ പ്രഗ്നന്റ് ആണ്. ഇത് കവിതയുടെ ഭർത്താവ്. കവിതയെ പൊന്നുപോലെ നോക്കുന്ന, അവൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ചെയ്തു കൊടുക്കുന്ന ഒരു മനുഷ്യൻ. അവൾ പ്രഗ്നന്റ് ആയതിലുള്ള സന്തോഷത്തിലാണ് ഇവർ. അടുത്ത് തന്നെ ഒരു കുഞ്ഞു ജനിക്കും, ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകും, അങ്ങനെയൊക്കെയുള്ള ചിന്തകളിലാണ്. ഇങ്ങനെ ഇരിക്കെ കവിതയ്ക്ക് പെയിൻ ഉണ്ടായി. മാസം തികഞ്ഞിട്ടൊന്നുമില്ല, ഒരുപാട് മുമ്പ് തന്നെ പെയിൻ ഉണ്ടായി. തുടർന്ന് അവളെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നു. വിശദമായി ചെക്ക് ചെയ്ത് റിപ്പോർട്ട് പറയുന്നത് കവിതയുടെ കുഞ്ഞിനെ അവൾക്ക് നഷ്ടപ്പെട്ടു എന്നാണ്. ഡോക്ടറിന് തന്നെ പ്രോപ്പറായിട്ട് വിശദീകരിക്കാൻ പറ്റാത്ത എന്തൊക്കെയോ തരത്തിലുള്ള അസുഖമാണ് അവൾക്ക്. അവളുടെ ശരീരത്തിൽ ഭയങ്കരമായിട്ട് ചൂട് കൂടി വരുന്നു, ശരീരം മുഴുവൻ റാഷസ് ഉണ്ടാവുന്നു. ഇത് എന്ത് തരത്തിലുള്ള രോഗമാണെന്ന് ഡോക്ടറിനെ പറയാൻ പറ്റുന്നില്ല. ഇത് കവിതയുടെ സഹോദരൻ രമേശ്, ഇത് രമേശിന്റെയും കവിതയുടെയും അമ്മ. കവിതയ്ക്ക് ഇപ്പോൾ ബാധിച്ചിരിക്കുന്ന രോഗം എന്താണെന്ന് ഡോക്ടറിന് പോലും വ്യക്തമായ ഒരു ഐഡിയ ഇല്ലല്ലോ. പുള്ളിക്കാരൻ തന്നെ ഇത് എന്തോ ഒരു രോഗമാണ്, എന്തോ മാരക രോഗമാണ്, എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുടുംബക്കാരെല്ലാവരും കൂടി ഒരു സ്വാമിയെ ചെന്ന് കണ്ടു. ഇത്
ഇത് നിങ്ങൾ കരുതുന്ന പോലെ ഒരു സാധാരണ രോഗമല്ല, മഹാവിപത്താണ്. നിങ്ങളുടെ മകളുടെ മേൽ ആരോ ദുർമന്ത്രവാദം പ്രയോഗിച്ചിരിക്കുന്നു. ഈ പ്രയോഗത്തിന്റെ പേര് രേണുക അവതാരം. രേണുക അവതാരം ഒരാളുടെ മേൽ പ്രയോഗിച്ചാൽ പിന്നെ അവരെ രക്ഷപ്പെടുത്തുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. രക്ഷപ്പെടുത്തണമെങ്കിൽ തന്നെ ഈ ബ്ലാക്ക് മാജിക് ചെയ്ത വ്യക്തി വിചാരിക്കണം. അല്ല സ്വാമി, ഇത് ആരാ ചെയ്തത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇതൊരു ബ്ലാക്ക് മാജിക് അല്ലേ രമേശ്? അവരെ കണ്ടുപിടിക്കുന്നത് അത്ര എളുപ്പമല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്വാമി ഇവരോട് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഡോക്ടർ ഇവരെ വിളിച്ച് ഇവരുടെ മകൾ കവിത മരിച്ചു എന്നുള്ള കാര്യം അറിയിക്കുന്നു. ഇന്നേരം സ്വാമി രമേശിനെ ഒറ്റയ്ക്ക് വിളിച്ചുകൊണ്ട് പോയി ഈ ബ്ലാക്ക് മാജിക് ചെയ്തവനെ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചില്ലേ? രേണുക അവതാരം 4 സ്റ്റെപ്പിലൂടെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ 3 സ്റ്റെപ്പും അവർ ഉദ്ദേശിക്കുന്ന വ്യക്തിയെ കൊല്ലുക എന്നുള്ളതാണ്. 4ാമത്തെ സ്റ്റെപ്പ് ഈ ബ്ലാക്ക് മാജിക് ചെയ്തവർക്ക് ഇതിന്റെ പരിമിത ഫലത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ്. അതിന് ആ ദുർമന്ത്രവാദി വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മം ചെയ്യേണ്ടതുണ്ട്. ആ ദുർമന്ത്രവാദി ഈ കർമ്മം ചെയ്യേണ്ട സ്ഥലവും വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ മകൾ കവിതയുടെ ശവസംസ്കാര ചടങ്ങുകൾ എവിടെയാണോ നടക്കുന്നത്, എവിടെയാണോ അവളെ ദഹിപ്പിക്കുന്നത്, അതേ സ്ഥലത്ത് ആ ദുർമന്ത്രവാദി വരും. ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സിലായല്ലോ? കവിതയെ ദഹിപ്പിക്കുന്ന ആ സ്ഥലം നിങ്ങളുടെ നിരീക്ഷണത്തിലായിരിക്കണം. അധികം താമസിയാതെ കവിതയ്ക്ക് മേൽ രേണുക അവതാരം പ്രയോഗിച്ചവൻ അവിടെ വരും. അതേ സ്ഥലത്ത് ആരെങ്കിലും ദുർമന്ത്രവാദം ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചാൽ നിസ്സംശയം പറയാം അവനാണ് രേണുക അവതാരം പ്രയോഗിച്ചത്. ഗ്രാമത്തിലെ ശ്മശാനം അറിയാലോ, നമ്മുടെ മല്ലി കാവൽ നിൽക്കുന്ന ശ്മശാനം. അവിടെയാണ് കവിതയുടെയും ബോഡി ദഹിപ്പിക്കുന്നത്. എന്നിട്ട് ഇവിടുത്തെ കാവൽക്കാരൻ മല്ലിക്ക് കവിതയുടെ വീട്ടുകാർ പൈസ കൊടുത്തിട്ട് ആരെങ്കിലും ഈ പ്രദേശത്ത് അസാധാരണമായിട്ട് കാണുവാണെന്നുണ്ടെങ്കിൽ അവരെ പറ്റിയുള്ള ഇൻഫോർമേഷൻ അപ്പം തന്നെ തങ്ങളെ അറിയിക്കണമെന്നും പറയുന്നു. കവിതയെ ദഹിപ്പിച്ച അതേ ദിവസം രാത്രി നമ്മുടെ കൊമരി ഓട്ടോ ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്ന് കിട്ടിയ പൈസ അവന്റെ ഭാര്യയ്ക്ക് കൊടുക്കുന്നു. സാധാരണ ഓടി കിട്ടുന്നതിന് അത്രയും കാശൊന്നും ഇന്ന് കിട്ടിയിട്ടില്ല. കാശ് വളരെ കുറവാണ് കിട്ടിയിരിക്കുന്നത്. ഗ്രാമത്തിൽ ഉത്സവമൊക്കെ ആയതുകൊണ്ട് അധികം ആളുകൾ ഓട്ടോ ഒന്നും വിളിച്ചില്ലെന്നാണ് ഇവൻ പറയുന്നത്. ഇത് മാത്രമല്ല, വീട്ടിൽ വരുന്ന നമ്മുടെ കൊമരിയുടെ കയ്യിൽ ബ്ലഡ് ഉണ്ടായിരുന്നു. അയ്യോ, ഇതെന്താ പറ്റിയേ? നിങ്ങളുടെ കൈ എങ്ങനെ മുറിഞ്ഞേ? ഓ, അതൊന്നും ഇല്ലടി, ഞാനൊന്ന് വീണെന്നോ? ശ്രദ്ധിച്ചൊക്കെ നടക്കണ്ടേ? നിങ്ങൾ ഉത്സവമായിട്ട് ഓരോന്ന് വരുത്തി വെക്കുവോ? ഏയ്, നീ ഇങ്ങനെ പേടിക്കല്ലേ, എനിക്കെന്ത് പറ്റാനടി, നിന്റെ ഭർത്താവ് ഒരു ഹീറോ അല്ലേ? ശേഷം കൊമരി രാത്രി ശ്മശാനത്തിലേക്ക് പോകാൻ വിളിക്കുവാനായിട്ട് ചെല്ലുമ്പോൾ നോക്കുമ്പോൾ അവന്റെ ചെരുപ്പ് കാണാനില്ല. ഇതുകൊള്ളാലോ, സ്വന്തം വീടിന് മുറ്റത്ത് ആരുടെ ചെരുപ്പ് അടിച്ചോണ്ട് പോയേ? അതുകൊണ്ട് ഇവൻ തൊട്ടപ്പുറത്തെ ബലീജയുടെ വീട്ടിൽ ചെന്ന് ബലീജയുടെ ചെരുപ്പ് എടുത്തിട്ടു. ബലീജ തന്റെ അടിച്ച് പൂസായി ലെക്ക് കെട്ടങ്ങ് ഓട്ടോയിൽ കിടക്കുന്നു. വെള്ളവടി നിർത്തി ഇനി താൻ കുടിക്കത്തില്ലെന്നൊക്കെ പറഞ്ഞതാണ്. എവിടെ ഇവന്റെ കൂടി അങ്ങനെയൊന്നും നിൽക്കത്തില്ലെന്നേ. കൊമരി നേരെ ശ്മശാനത്തിലേക്ക് ചെല്ലുന്നു. മല്ലി അവിടെ ഉണ്ട്. ഉത്സവമൊക്കെ ആയിട്ട് വീട്ടിലെങ്ങും പോകുന്നില്ലേ എന്നിങ്ങനെയൊക്കെ നമ്മുടെ കൊമരി മല്ലിയോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേ അവിടേക്ക് കവിതയുടെ ചേട്ടൻ വരുന്നു. മല്ലിയും കവിതയുടെ ചേട്ടനും കൂടെ കൊമരിയെ തല്ലിക്കൊല്ലാൻ ശ്രമിക്കുന്നു. ഈ ശ്മശാനത്തിൽ ആരെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ദുർമന്ത്രവാദം ക്രിയകൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അവരെ പിടിക്കണമെന്നല്ലേ പറഞ്ഞത്? ഇത് ഈ രാത്രി സമയത്ത് വിളിക്ക് പോകാമെന്ന് ഇവനെ എന്തിനാണോ പിടിച്ചത്? കാര്യം എന്താണെന്ന് നേരാമണ്ണം ചോദിച്ചറിയാൻ പോലും നിന്നില്ല. നമ്മുടെ കൊമരിയെ അവന്മാരെല്ലാം കൂടെ തല്ലുന്നു. കവിതയുടെ വേറെ കുറെ ബന്ധുക്കളും കൂടെ വന്ന് അവരെല്ലാവരും കൂടെ നമ്മുടെ കൊമരിയെ അടിച്ച് ഉന്തിന് തള്ളിനൂടെ പാവം നമ്മുടെ കൊമരി അവിടെ ഉണ്ടായിരുന്ന തീയിലേക്ക് വീണുപോയി. തീയിൽ നിന്ന് എങ്ങനെയെങ്കിലും ചാടി പുറത്തു വരാൻ ശ്രമിക്കുന്ന നമ്മുടെ കൊമരിയെ കവിതയുടെ ചേട്ടന്മാർ രക്ഷപ്പെടാൻ സമ്മതിക്കുന്നില്ല. അവന്മാർ വടിയൊക്കെ എടുത്ത് തല്ലി അങ്ങനെ നമ്മുടെ ഹീറോയെ അവിടെ കൊല്ലുകയായിരുന്നു. പ്രസന്റ് ടൈമിൽ നമ്മുടെ ലക്ഷ്മി, ബലീജ, ജംഗ ഇവരെ 3 പേരെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നു. കവിതയുടെ ചേട്ടന്മാർ 50,000 രൂപ ഇവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. ഇനി കേസും വെക്കാനോ ഒന്നും പാടില്ല. ടിവിയിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസുകളൊക്കെ സ്റ്റോപ്പ് ചെയ്തേക്കണം. ഈ 50,000 രൂപയും വാങ്ങി ജീവിച്ചു പോക്കോ എന്നാണ് അവർ പറയുന്നത്. ജംഗ ഒരു കോൺസ്റ്റബിളൊക്കെ തന്നെയാണ്, പക്ഷെ അവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവരുടെ ഈ സിറ്റുവേഷനൊക്കെ കണ്ട് പുള്ളിക്കാരൻ ഒരുമാതിരി അങ്ങ് ചത്ത് നിൽക്കുന്ന പോലെ നിൽക്കുന്നു. തങ്ങൾക്കിപ്പോൾ സഹായം ചോദിക്കാൻ പോലും ആരുമില്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലക്ഷ്മി അവർ കൊടുത്ത 50,000 രൂപ വാങ്ങി കേസ് ഒതുക്കി തീർക്കേണ്ട അവസ്ഥയിലേക്ക് എത്തുന്നു. ലക്ഷ്മിക്കും ബലീജയ്ക്കും ഈ തീരുമാനം ഓക്കെ ആയിരുന്നെങ്കിലും നമ്മുടെ ജംഗയ്ക്ക് അങ്ങനെയല്ല. അവർ കൊടുത്ത പൈസയൊക്കെ എടുത്ത് ലക്ഷ്മിയും ബലീജയും അവിടുന്ന് പോകുമ്പോൾ നമ്മുടെ ജംഗ കുറച്ച് നേരം കൂടെ അവരെ അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. കൂടുതൽ പ്രശ്നമൊന്നും ഉണ്ടാവാതെ ബലീജ ജംഗയും കൂട്ടിക്കൊണ്ടുപോയി. ഇപ്പോഴും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, കൊമരിയെ എന്തിനാണ് കവിതയുടെ വീട്ടുകാർ കൊന്നത് എന്നുള്ള കാര്യമൊന്നും ഇവർക്ക് വ്യക്തമല്ല. ഈ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കണമെന്ന് തീരുമാനിക്കുന്ന നമ്മുടെ ജംഗ കവിതയുടെ ചേട്ടൻ രമേശിനെ ഫോളോ ചെയ്യാൻ തുടങ്ങുന്നു. ഒരു ദിവസം മുഴുവൻ അങ്ങേര് എവിടെയൊക്കെ പോകുന്നു, ആരെയൊക്കെ മീറ്റ് ചെയ്യുന്നു എന്ന് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇവൻ സൂക്ഷ്മമായി വീക്ഷിക്കുന്നു. ജംഗ തന്നെ ഫോളോ ചെയ്യുന്നുള്ള കാര്യം രമേശിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അന്ന് രാത്രി ജംഗയുടെ മുന്നിൽ വന്ന് എന്തിനാണ് തന്നെ ഫോളോ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് കലിപ്പിച്ചപ്പോൾ ഇവർ തമ്മിൽ അടിയായി. സ്വന്തം ചേട്ടനെ കൊന്നവനെ ജംഗ വെറുതെ വിടാനോ? കവിതയുടെ മരണത്തിന് കൊമരിയാണ് കാരണമെന്ന് ആരോപിച്ചാണ് കൊമരി അവർ കൊന്നത്. എന്നാൽ അത് തീർത്തും തെറ്റായ ആരോപണമല്ലേ? അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. കവിതയുടെ മരണത്തിന് കൊമരിയാണ് കാരണമെന്ന് എന്തെങ്കിലും തെളിവുണ്ടായിരുന്നോ? ഒരു തെളിവുമില്ലാഞ്ഞിട്ടും തന്റെ ചേട്ടനെ വെറും സംശയത്തിന്റെ പേരിൽ ഇവന്മാർ കൊന്നതാണെന്ന് മനസ്സിലാക്കിയതോടെ ജംഗയ്ക്ക് സകല കൺട്രോളും പോയി. ശരിക്കും രമേശിനെ തല്ലിയും കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. പക്ഷെ അതല്ല വേണ്ടത്. ഇക്കാര്യം പുറം ലോകം അറിയണം. ഇവർക്കെതിരെ കേസ് കൊടുത്ത് നിയമ പോരാട്ടം നടത്താമെന്ന് ജംഗ തീരുമാനിച്ചു. തുടർന്ന് പല ഭാഗത്തായിട്ട് നടന്നിട്ടുള്ള ബ്ലാക്ക് മാജിക്കുമായിട്ട് ബന്ധപ്പെട്ട കേസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്ത് ആവശ്യമായിട്ടുള്ള രേഖകളൊക്കെ കളക്ട് ചെയ്ത് ഒരു വക്കീലിന്റെ അടുത്തിരുന്നു. വക്കീൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ സഹായിക്കുന്നുണ്ടെങ്കിലും ഇവർക്ക് വേണ്ടി ബാധിക്കത്തില്ലെന്ന് പറഞ്ഞു. കാരണം ഇവർ താഴ്ന്ന ജാതിയാണ്. ഇവർക്ക് വേണ്ടി ബാധിച്ചു കഴിഞ്ഞാൽ മേൽജാതിക്കാർ ഉടക്കും. എന്നാൽ അതൊരു വലിയ പ്രശ്നമല്ല. ഇപ്പൊ കോടതികളിൽ വക്കീലല്ലാത്തവർക്കും വാദിക്കാൻ പറ്റുമല്ലോ. ഈ കേസ് നമ്മുടെ ജംഗയ്ക്ക് വാദിക്കാൻ പറ്റും. അവൻ പോലീസ് ആവാൻ വേണ്ടിയാണെങ്കിലും കുറച്ചൊക്കെ നിയമം പഠിച്ചതാണല്ലോ. അങ്ങനെ ജാസ്തിപ്പള്ളി മജിസ്ട്രേറ്റ് കോടതിയിൽ കേസെത്തി. ആദ്യത്തെ ഹിയറിംഗ്. ജഡ്ജി കേസ് വിളിച്ചു. ജംഗയെ വിളിച്ച് കേസ് വാദിക്കാൻ പറയുന്നു. ഈ സമയങ്ങളിലൊക്കെ ജഡ്ജിന്റെ ഭാര്യ ജഡ്ജിനെ ഫോൺ ചെയ്യുന്നുണ്ട്. ജഡ്ജിന് ഇപ്പോൾ കോൾ എടുക്കാൻ പറ്റത്തില്ലല്ലോ. ഇത് മനസ്സിലാക്കിയിട്ടും പുള്ളിക്കാരി തുടരെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ജംഗയ്യ ഇതിനു മുമ്പ് ബ്ലാക്ക് മാജിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നടന്നിട്ടുള്ള കേസുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്ത് ഇപ്പോഴത്തെ കേസുമായിട്ട്, അതായത് ഇവരുടെ കേസുമായിട്ട് ആ കേസിനൊക്കെ താരതമ്യം ചെയ്ത് ഇതിൽ
ഇതിൽ പലതും സംശയത്തിൻ്റെ പേരിലാണ് കൊലപാതകം നടന്നിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഗ്രാമത്തിലും കൊലപാതകം നടന്നിരിക്കുന്നത്. തൻ്റെ ചേട്ടൻ കൊമരിയെ ഈ നിൽക്കുന്ന രമേശും സുരേഷും കൂടെ കൊലപ്പെടുത്തിയത് വെറും സംശയത്തിൻ്റെ പേരിലാണെന്നൊക്കെ പറഞ്ഞ് വാദിക്കുന്നുണ്ട്. രമേശിനും സുരേഷിനും വലിയ കൂസലൊന്നുമില്ല. അവന്മാർക്ക് പണമുണ്ട്, ഉയർന്ന ജാതിയാണ്, നല്ല വക്കീലുണ്ട്, പിന്നെ എല്ലാം തങ്ങളുടെ കൺട്രോളിലാണ്. ഈ ചെറുക്കനൊന്നും ജയിക്കാൻ പോകുന്നില്ലെന്നുള്ള കോൺഫിഡൻസും ഉണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ കോടതിയാണെന്ന് പോലും വകവെക്കാതെ രമേശും സുരേഷും കോടതിയിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. ജംഗയ്യയെ പ്രോപ്പറായിട്ട് വാദിക്കാൻ പോലും സമ്മതിക്കുന്നില്ല. ഇവന്മാർ ഈ ബഹളം കണ്ട് ജഡ്ജിനെ തന്നെ ഭ്രാന്ത് പിടിച്ചു. എന്തുവാടെ ഇവിടെ നടക്കുന്നേ? ഇതിനിടയിൽ അങ്ങേരുടെ ഭാര്യ കൂടെ വിളിച്ച് ശല്യപ്പെടുത്തുന്നു. ഓ, ഇതിനിടയിൽ ഇങ്ങനൊരു ശല്യം. അതായത് നിങ്ങളൊന്നും മിണ്ടായിരുന്നേ. അതെ, എന്റെ ചുറ്റിക എവിടെ പോയി? പുള്ളിക്കാരൻ ചുറ്റികയൊക്കെ തപ്പിയെടുത്ത് 2 അടിയൊക്കെ അടിച്ച് ഓർഡർ എല്ലാവരും മിണ്ടായിരിക്കണം. എന്ത് ഇത് ചന്തയോ? ഇതൊരു കോടതിയല്ലേ? ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസാണ്. അതുകൊണ്ട് ഇതിന്റെ ഹിയറിംഗ് മാറ്റി വെച്ചിരിക്കുന്നു. അടുത്തൊരു ഡേറ്റിലേക്ക് കേസ് മാറ്റി വെച്ചു. നമ്മുടെ ജംഗയ്യയ്ക്ക് കൂടുതൽ തെളിവുകൾ കളക്ട് ചെയ്യാനുള്ള സമയം കിട്ടി. മറ്റോ മാർക്കും അതുപോലൊക്കെ തന്നെ. ഈ കേസിന്റെ ഓരോരോ ഡീറ്റെയിൽസും ന്യൂസ് മീഡിയാസിലൂടെ അപ്പോൾ പുറത്തു വരുന്നുണ്ട്. ദുർമന്ത്രവാദം, അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കൊലപാതകം, ഇതൊക്കെ ഭയങ്കര റെലവെന്റ് ആയിട്ടുള്ള, ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസ് വാല്യൂ ഉള്ള കാര്യങ്ങളാണല്ലോ. അതുകൊണ്ട് തന്നെ ന്യൂസ് മീഡിയാസ് ഈ കേസിൽ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ഓരോ മൊമെന്റിലും കിട്ടുന്ന ഇൻഫോർമേഷൻ അപ്പോൾ പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നു. അടുത്ത ഹിയറിംഗ് ദിവസം കേസ് മുന്നോട്ട് പോകണമെങ്കിൽ തെളിവുകൾ വേണം, സാക്ഷികൾ വേണം. നമ്മുടെ ജംഗ പറയുന്ന പോലെ ഈ കൊലപാതകം ചെയ്തത് ഈ രമേശും സുരേഷും കൂടെ ഒക്കെ തന്നെയാണെന്ന് തെളിയിക്കാനുള്ള എന്തെങ്കിലും റെലവെന്റ് ആയിട്ടുള്ള തെളിവുകൾ വേണമല്ലോ. തെളിവുകളോ സാക്ഷികളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് എതിർഭാഗം വക്കീൽ ചോദിക്കുമ്പോൾ സാക്ഷിയായിട്ട് ഒരാളുണ്ട്, അത് മല്ലിയാണ്. പക്ഷേ മല്ലി ഇപ്പോൾ കാണാനില്ല. ഈ സംഭവത്തിന് ശേഷം ആരും മല്ലിയെ കണ്ടിട്ടില്ല. പേടിച്ച് മല്ലി എങ്ങോട്ടോ ഓടിപ്പോയി. ഇങ്ങനെ കോടതി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. തെളിവ് വേണ്ടെടുത്ത് തെളിവ് തന്നെ വേണം. അപ്പോൾ നിനക്ക് സാക്ഷികളെ ഹാജരാക്കാൻ പറ്റിയില്ല, തെളിവുമില്ല. ഇനിയിപ്പോൾ എന്തോന്ന് കേസ്? എന്റെ കക്ഷികൾ രക്ഷപ്പെട്ടു. കേസ് ക്ലോസ്ഡ്. ഡോ താനിത് പറഞ്ഞ് എവിടെ കയറി പോകുന്നു? താനാണോ ജഡ്ജ്, ഞാനാണോ ജഡ്ജ്? കേസ് ക്ലോസ് ചെയ്യാനുള്ള അധികാരം എനിക്കില്ല. മിണ്ടാതിരുന്നോണം. സോറി സാർ, ഇനിയിപ്പോൾ എന്തായാലും കേസ് മുന്നോട്ട് പോകത്തില്ലെന്ന് ഉറപ്പായല്ലോ. ഇന്നലെ നമ്മുടെ ജംഗ സാർ, ഞാൻ പറഞ്ഞ പോലെ എനിക്ക് മല്ലി ഇവിടെ ഹാജരാക്കാൻ പറ്റിയില്ല. സാക്ഷികളില്ല, പക്ഷേ എൻ്റെ അടുത്ത് തെളിവുണ്ട്. ഒരു പെൻ ഡ്രൈവ്, അതിലുള്ള വിഷ്വൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് രമേശും സുരേഷും ഈ ലക്ഷ്മിക്കൊക്കെ 50,000 രൂപ കൊടുക്കുന്നതായിരുന്നു. കൊലപാതകം ചെയ്യാത്ത രമേശും സുരേഷും 50,000 രൂപ കൊടുത്ത് കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുന്നതിന്റെ തെളിവ് മതിയല്ലോ. സോ കേസ് ക്ലോസ് ആവത്തില്ല, മുന്നോട്ട് പോകും. ഇവന്മാർ പ്രതികളായിട്ട് തന്നെ നിൽക്കും. തുടർന്ന് ഈ സംഭവങ്ങളെ പറ്റിയൊക്കെ വിശദമായിട്ട് അന്വേഷിക്കാൻ കോടതി പോലീസിന് നിർദ്ദേശം കൊടുത്തു. കോടതി മുറി നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ജംഗയുടെ ഫോണിലേക്ക് ആരോ വിളിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. എന്തായാലും പോലീസിന്റെ റിപ്പോർട്ടൊക്കെ ആയി വിധി പറയുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ജംഗയ്ക്കും കൂടുതൽ തെളിവുകൾ കണ്ടെത്താനും കൂടുതൽ അന്വേഷണം നടത്താനും കുറച്ച് ദിവസങ്ങൾ കിട്ടുന്നു. പല സ്ഥലങ്ങളിൽ പോയി എന്തൊക്കെയോ ഡീറ്റെയിൽസ് ജംഗയും കളക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ വിധി പറയുന്ന ദിവസം പോലീസിന്റെ അന്വേഷണത്തിൽ നമ്മുടെ ജംഗ ബാധിച്ച കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. രമേശും സുരേഷും കുറ്റക്കാരാണ്, അവർ ശിക്ഷ അർഹിക്കുന്നു. കോടതി വിധി പറയാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജംഗ ഇടയ്ക്ക് കയറി സാർ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ ഈ കേസ് പിൻവലിക്കുവാണ് സാർ. എന്താ എടോ, തനിക്ക് ഫേവറായിട്ടാണ് വിധി വരുന്നത്? അതല്ല സാർ, ഞാൻ ഈ കേസുമായിട്ട് മുന്നോട്ട് പോയാൽ കോടതി ഇവരെ ശിക്ഷിക്കും, ഇവരുടെ കുടുംബങ്ങൾ വഴിയാധാരമാവും. എന്തായാലും മരിച്ചുപോയ എൻ്റെ ചേട്ടൻ തിരിച്ചു വരാൻ പോകുന്നില്ല. പിന്നെ ഞാൻ എന്തിനാണ് സാർ ഒരു കുടുംബത്തെ കൂടെ അനാഥമാക്കുന്നത്? എനിക്ക് അങ്ങ് ഒരേ ഒരു സഹായം മാത്രം ചെയ്താൽ മതി. അങ്ങേ കൊണ്ട് സാധിക്കുന്ന പോലെ നമ്മുടെ നാടുകളിൽ, നമ്മുടെ ഗ്രാമങ്ങളിൽ നിലനിൽക്കുന്ന ഈ അനാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, ഇതൊക്കെ അവസാനിപ്പിക്കാൻ എന്തെങ്കിലും ചെയ്താൽ മതി. ഇത്ര മാത്രം പറഞ്ഞ് കേസും പിൻവലിച്ച് ജംഗ ഇറങ്ങിപ്പോയി. അതോടെ രമേശും സുരേഷും ഹാപ്പി. എന്താ ഇവന്റെ ഉദ്ദേശം? വേവോളം എത്തിയിട്ട് തട്ടി താഴെയിട്ട് നശിപ്പിച്ച് കളഞ്ഞിരിക്കുന്നു. ബലിജിക്കും ലക്ഷ്മിക്കൊന്നും ഇവന്റെ ഈ തീരുമാനം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവർ തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ ഓൾറെഡി വീട്ടിലെത്തിയ ജംഗയ്യ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ലക്ഷ്മിക്ക് ഇഷ്ടപ്പെടുവോ? ഇത്രയൊക്കെ ഒപ്പിച്ചിട്ട് കേസും പിൻവലിച്ച് വന്നിട്ട് നേരിട്ടിരുന്ന് കഴിക്കുന്നു. അവൾ വായി വന്നത് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. ഇവനാണെങ്കിൽ യാതൊരു മൈൻഡും ഇല്ലാതെ കഴിപ്പോട് കഴിപ്പ്. വയറ് നിറച്ച ആഹാരം കഴിച്ച് കൈയൊക്കെ കഴുകി എഴുന്നേറ്റിട്ട് നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ എൻ്റെ ചേട്ടൻ അത്ര നല്ലവനൊന്നുമല്ല. കവിതയുടെ വീട്ടുകാർ പറഞ്ഞത് സത്യമാണ്. ചേട്ടൻ ദുർമന്ത്രവാദം ചെയ്തിരുന്നു. നിങ്ങൾ ഞെട്ടിയാ? നല്ല അടിപൊളി ട്വിസ്റ്റ് അല്ലേ? എന്നാലും ഇത് കുറച്ച് പ്രഡിക്റ്റബിൾ ആയിരുന്നു. ഇങ്ങനെ വരുമെന്ന് നമ്മൾ ചിന്തിക്കും. കാര്യത്തിലേക്ക് കിടക്കാം. ഇത്ര നല്ലവനായ കൊമരി എന്തിനാണ് ബ്ലാക്ക് മാജിക് ചെയ്തത്? അന്ന് കൊമരി മരിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ദിവസം കൊമരി വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു. ലക്ഷ്മിയുടെ പൈസ കൊടുത്തു. കമ്പാരിറ്റീവ്ലി പൈസ കുറവായിരുന്നു. മാത്രമല്ല കൊമരിയുടെ കയ്യിൽ ബ്ലഡ് പുരണ്ടിട്ടുണ്ടായിരുന്നു. എങ്ങനെ പറ്റിയതാണെന്ന് ചോദിച്ചപ്പോൾ അവൻ വീണിട്ട് മുറിഞ്ഞതാണെന്നാണ് പറഞ്ഞത്. ഇക്കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ നമ്മുടെ ജംഗ ലക്ഷ്മിയിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. ലക്ഷ്മി ഇക്കാര്യങ്ങളൊക്കെ ജംഗയ്ക്ക് പറഞ്ഞു കൊടുത്തതും ജംഗ വിശദമായിട്ട് കൊമരിയുടെ ഓട്ടോ തിരിയുന്നുണ്ടായിരുന്നു. ഓട്ടോയിലും കുറച്ച് ബ്ലഡ് ഉണ്ടായിരുന്നു. ഓട്ടോയിൽ പറ്റിയിരുന്ന ബ്ലഡിന്റെ സാമ്പിൾ എടുത്ത് അവൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്തു. എന്നാൽ അത് മനുഷ്യരക്തമായിരുന്നില്ല. കാളക്കുട്ടി അല്ലെങ്കിൽ പശുക്കുട്ടി, കാഫിന്റെ ബ്ലഡ് ആയിരുന്നു. അതായത് കൊമരി ലക്ഷ്മിയോട് പറഞ്ഞത് കള്ളമാണ്. കൊമരി എങ്ങും വീണിട്ടുമില്ല, അവന്റെ കൈ മുറിഞ്ഞിട്ടുമില്ല. ഇതേ തുടർന്ന് കൊമരിയെ നല്ല സംശയം തോന്നിയ ജംഗ ഓരോരോ ലീഡ് പിടിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി. ഒരു സ്വാമിയുടെ അടുത്ത് ചെന്ന് ഈ രേണുക അവതാരത്തെ പറ്റിയൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. കൊടിയ ബ്ലാക്ക് മാജിക് ആണ് രേണുക അവതാരം. ഇത് ആരുടെയെങ്കിലും മേൽ പ്രയോഗിക്കണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ആവശ്യമാണ്. 1, ആരുടെ മേലാണോ പ്രയോഗിക്കുന്നത് അവരുടെ മുടി. 2, അവരുടെ വസ്ത്രത്തിന്റെ പീസ്. 3, അവരുടെ കാലിനടിയിൽ നിന്ന് അല്ലെങ്കിൽ അവരെ ചവിട്ടിയ സ്ഥലത്തു നിന്ന് കളക്ട് ചെയ്യുന്ന മണ്ണ്. ഇവ 3 ഉപയോഗിച്ച് ടാർഗറ്റ് ചെയ്യേണ്ട വ്യക്തിയിലേക്ക് ഈ ഒരു രേണുക അവതാരം പ്രയോഗിക്കും. അധികം താമസിയാതെ ആരെയാണോ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ആ വ്യക്തിയുടെ ശരീരത്തിൽ റാഷസ് വരും. ശരീരത്തിന് താങ്ങാൻ പറ്റാത്തത്ര ടെമ്പറേച്ചർ കൂടും. അധികം താമസിയാതെ അവർ മരിച്ചു പോകും. രേണുക അവതാരത്തിന്റെ 1ാമത്തെ സ്റ്റെപ്പിലാണ് കാഫിനെ ബലി കൊടുക്കുന്നത്. അങ്ങനെ ചെയ്തപ്പോഴാണ് നമ്മുടെ കൊമരിയുടെ കയ്യിൽ ബ്ലഡ് വന്നത്, കാഫിന്റെ ബ്ലഡ് വന്നത്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഈ ബ്ലാക്ക് മാജിക് കംപ്ലീറ്റ് ആവുന്നവരെ പാലിക്കേണ്ടതുണ്ട്. അതായത് സ്വന്തം പാദരക്ഷകൾ ഉപയോഗിക്കാൻ പാടില്ല. ചെരുപ്പ് സ്വന്തം ചെരുപ്പ് ഉപയോഗിക്കാൻ പാടില്ല. നമ്മുടെ കൊമരി അവന്റെ ചെരുപ്പ് ഉപയോഗിക്കാതെ ബലീജയുടെ ചെരുപ്പ് ഇട്ടുകൊണ്ട് പോകുന്നത് നമ്മൾ കണ്ടിരുന്നു.
കണ്ടിരുന്നല്ലോ. അത് അവൻ്റെ ചെരുപ്പ് ഏതോ കള്ളൻ അടിച്ചുകൊണ്ട് പോയതോ അല്ലെങ്കിൽ കാണാതെ പോയതോ അങ്ങനെയൊന്നുമല്ല, മനഃപൂർവ്വമാണ്. പിന്നെ ഈ ഒരു ആവാഹന ക്രിയകൾ സംഭവങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ്ലി തുണിയില്ലാതിരിക്കണം. അങ്ങനെയൊക്കെയാണ് രേണുകാവതാരത്തിൻ്റെ നിയമങ്ങൾ. വ്യാഴാഴ്ച ദിവസം കറക്റ്റ് വ്യാഴാഴ്ച തന്നെ തലയിലൂടെ 108 തവണ വെള്ളം കോരി ഒഴിക്കണം. വീടിൻ്റെ വാതിലിൻ്റെ എവിടെയായിട്ട് നാരങ്ങ തൂക്കണം. ശാരീരിക ബന്ധം പുലർത്താൻ പാടില്ല, അതായത് പങ്കാളിയുമായിട്ട് പോലും സെക്സ്വൽ ഇന്റർകോഴ്സ് ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ ലക്ഷ്മി കൊമരിയോട് അങ്ങോട്ട് ആവശ്യപ്പെട്ടപ്പോൾ പോലും കൊമരി ഒഴിഞ്ഞു മാറി പോകുന്നത് നമ്മൾ കണ്ടിരുന്നല്ലോ. കൊമരി കൊല്ലപ്പെട്ട അന്ന് രാത്രി കൊമരി വീട്ടിൽ നിന്ന് ശ്മശാനത്തിൽ പോയി അവിടെയുള്ള മല്ലിക്ക് അവൻ പൈസ കൊടുത്തു. ഓട്ടം ഓടിക്കിട്ടിയ മുഴുവൻ പൈസയും ഭാര്യയ്ക്ക് കൊടുക്കാതെ കുറച്ച് പൈസ മാത്രം ഭാര്യയ്ക്ക് കൊടുത്തത് എന്തിനാണെന്ന് മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ അവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ മല്ലി ആരോടും പറയാൻ പാടില്ല, അതിനുവേണ്ടി കൊടുത്തതാണ്. എന്നാൽ മല്ലി ഓൾറെഡി കവിതയുടെ വീട്ടുകാരുടെ അടുത്തുനിന്ന് പൈസ വാങ്ങിയിട്ടുള്ള കാര്യം ഇവൻ അറിയത്തില്ലായിരുന്നല്ലോ. മല്ലി തന്നെ ചതിക്കില്ല, പണം കൊടുത്തുകൊണ്ട് അവൻ തന്റെ കൂടെ നിന്നുള്ള പ്രതീക്ഷയിൽ കൊമരി അവന്റെ തുണിയൊക്കെ ഊരിക്കളഞ്ഞ് ആ ഒരു രേണുകാവതാരത്തിന്റെ അവസാനത്തെ സ്റ്റെപ്പ്, 4ാമത്തെ സ്റ്റെപ്പ് അവിടെ വെച്ച് ചെയ്തു. ആ കാഴ്ച കണ്ട് മല്ലി വല്ലാണ്ടങ്ങ് പേടിച്ചു പോയി. ഇത്രയും നാൾ ഇവൻ കണ്ടിട്ടുള്ള, ഇവൻ അറിയാവുന്ന കൊമരി അല്ല അത്. കൊടൂരമായ ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്യുന്ന, എന്തിനും മടിയില്ലാത്ത കൊമരി. മല്ലി ആകെ മൊത്തം പേടിച്ച് നിൽക്കുവാണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ അവൻ അവന്റെ ഫോണിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ തങ്ങളെ അറിയിക്കണമെന്ന് കവിതയുടെ ബന്ധുക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സോ കവിതയുടെ ചേട്ടന് മെസ്സേജ് അയക്കാനായിട്ട് കാര്യങ്ങൾ ടൈപ്പ് ചെയ്യുന്നു. എന്നാൽ അയക്കണോ വേണ്ടയോ എന്നുള്ള പേടിയിൽ പുള്ളിക്കാരൻ അയക്കാതെ ഇങ്ങനെ നിൽക്കുവാണ്. ടൈപ്പ് ചെയ്തു അയക്കണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനിലാണ്. അപ്പുറത്ത് കവിതയുടെ ചേട്ടന്മാർ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ നോക്കുമ്പോൾ മല്ലി എന്തോ ടൈപ്പ് ചെയ്യുന്നു, കുറേ സമയമായിട്ട് ടൈപ്പ് ചെയ്യുന്നു, മെസ്സേജ് വരുന്നില്ല, എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന് അപ്പം തന്നെ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോഴേക്കും രേണുകാവതാരത്തിന്റെ 4ാമത്തെ സ്റ്റെപ്പ് നമ്മുടെ കൊമരി കംപ്ലീറ്റ് ചെയ്തു. ഡാ മല്ലി എവിടാ നീ? ആകെ പേടിച്ച് നിന്ന മല്ലി പെട്ടെന്ന് വെപ്രാളപ്പെട്ട് മെസ്സേജ് സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. വെപ്രാളത്തിൽ മല്ലിയുടെ കയ്യിൽ നിന്ന് അവന്റെ ഫോണും താഴെ വീണ് പോയിരുന്നു. എന്തായാലും അതിനോടകം മെസ്സേജ് സെൻഡ് ആയിരുന്നു. അങ്ങനെ കവിതയുടെ ചേട്ടന്മാർക്ക് മെസ്സേജ് കിട്ടി. ഒട്ടും സമയം കളയാതെ രമേശ് ബൈക്ക് എടുത്ത് ഇങ്ങോട്ട് വരുന്നു. ശ്മശാനത്തിലേക്ക് വരുന്ന രമേശ് മല്ലിയോട് കൊമരിയെ പിടിക്കാൻ പറഞ്ഞു. മല്ലി പറഞ്ഞ പോലെ കേട്ടു. മേടിച്ച കാച്ചിന് നന്ദി കാണിക്കണ്ടേ? മല്ലി കൊമരിയെ പിടിച്ചു നിർത്തിയതും നമ്മുടെ രമേശ് ഓടി വന്ന് അവിടെയുള്ള ഒരു പെട്രോൾ ക്യാൻ എടുത്ത് അതിലുള്ള പെട്രോൾ നമ്മുടെ കൊമരിയുടെ മണ്ടയ്ക്ക് ഒഴിക്കുന്നു. വേറൊന്നും ചിന്തിച്ച് സമയം കളയുന്നില്ല, ചോദ്യത്തിനും പറച്ചിലിനും ഒന്നും നിൽക്കുന്നില്ല. ഇവനെ അങ്ങ് തല്ലി കൊന്നേക്കുക, പെട്രോൾ ഒഴിച്ച് കത്തിച്ചേക്കുക, അത് തന്നെ ഉദ്ദേശം. മല്ലി എന്താണ് കണ്ടത്? ഇവൻ പൂജ ചെയ്യുന്നത് മല്ലി കണ്ടായിരുന്നോ? രേണുകാവതാരം തന്നെയാണോ? ഇതൊന്നും ചോദിക്കാൻ നിൽക്കുന്നില്ല. ഉന്തും തള്ളും അടി ബഹളം. നമ്മുടെ കൊമരി തിരിച്ചടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഈ പിടിവലിക്കിടയിൽ കാല് വഴുതി നമ്മുടെ കൊമരി തീയിലേക്ക് വീഴുകയായിരുന്നു. ഓൾറെഡി രമേശ് അവന്റെ മണ്ടയ്ക്ക് പെട്രോൾ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. തീ ആളിപ്പടർന്നു. അപ്പോഴേക്കും രമേശിന്റെ സഹോദരൻ സുരേഷും ഇങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ ഇവന്മാർ അവിടെ വെച്ച് നമ്മുടെ കൊമരിയെ ആ തീയിൽ നിന്ന് പുറത്തു വരാൻ സമ്മതിക്കാതെ അതിനകത്ത് തന്നെ ഇട്ട് അടിച്ചടിച്ചടിച്ച് കൊല്ലുന്നു. ഇതൊന്നും കണ്ടു നിൽക്കാൻ പറ്റാതെ മല്ലി അവിടെ നിന്ന് ഓടി പോകുന്നതും കാണാം. കൊമരി രേണുകാവതാരത്തിന്റെ 4ാമത്തെ സ്റ്റെപ്പ് ചെയ്യുന്നത് നമ്മുടെ മല്ലി ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഫോൺ ആ ശ്മശാന ഭൂമിയിൽ വീണ് പോകുന്നുണ്ടായിരുന്നല്ലോ. പിന്നീട് നമ്മുടെ ജങ്ക ഈ ഫോൺ കണ്ടെത്തി. അത് നന്നാക്കാൻ ഒരു ഷോപ്പിൽ ഏൽപ്പിച്ചു. കോടതിയിൽ ഹിയറിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയം നമ്മുടെ ജങ്കയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ടായിരുന്നല്ലോ. അത് ആ ഒരു ഷോപ്പുകാരനാണ് വിളിച്ചത് ആ ഫോൺ ശരിയാക്കി എന്ന് പറയാൻ. കോടതിയിൽ ആ ഹിയറിംഗ് നടക്കുന്ന സമയത്തൊന്നും നമ്മുടെ ജങ്കയ്ക്ക് കൊമരിയെ പറ്റിയുള്ള ഈ സത്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ. ശേഷം മല്ലിയുടെ ഫോണിലുണ്ടായിരുന്ന ആ ഒരു വീഡിയോ കണ്ട് തന്റെ ചേട്ടൻ നിർമ്മതവാദം ചെയ്തെന്നുള്ള സത്യം ഇവൻ മനസ്സിലാക്കി. ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ലക്ഷ്മിക്കും ബലീജയ്ക്കും പറഞ്ഞു കൊടുത്തു. എന്നാൽ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉണ്ടല്ലോ, എന്തിനാണ് കൊമരി ഇങ്ങനെയൊക്കെ ചെയ്തത്? അതൊരു 15 വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ്. കൊമരി സ്കൂളിൽ പഠിക്കുന്ന സമയം കൊമരിയുടെ അങ്കിളാണ് ഇവരെ നോക്കി വളർത്തിയതെന്ന് പറഞ്ഞിരുന്നല്ലോ. അങ്ങേരാണെങ്കിലും മന്ത്രങ്ങളും തന്ത്രങ്ങളും ഒക്കെ അറിയാവുന്ന, ദുർമന്ത്രവാദം ഒക്കെ അറിയാവുന്ന ഒരു വ്യക്തിയാണ്. ദേ കണ്ടില്ലേ, എന്തോ ഒരു പ്രത്യേക പൂജയൊക്കെ ചെയ്ത് സ്ത്രീവേഷമൊക്കെ കെട്ടി നടന്നു വരുന്നത്. ദേ നമ്മുടെ കൊമരി സ്കൂളിൽ പഠിക്കുമ്പോൾ ഉള്ള കോലം. ഇത് കൊമരി ഇഷ്ടപ്പെടുന്ന പെൺകുട്ടി കവിത. പ്രസന്റ് ടൈമിൽ നമ്മുടെ കൊമരി ബ്ലാക്ക് മാജിക് ഉപയോഗിച്ച് കൊന്നു കളഞ്ഞ കവിതയില്ലേ, അതേ കവിത. കൊമരിക്ക് ഈ കവിതയോട് ഇത്ര ദേഷ്യം തോന്നാനുള്ള കാരണം എന്താണെന്നോ? ചെറുപ്പത്തിൽ ഇവർക്ക് രണ്ടാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും താല്പര്യമുണ്ടായിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ കവിതയും കൊമരിയും ഒറ്റയ്ക്ക് ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അവരിങ്ങനെ അവരുടെ കാര്യമൊക്കെ കാര്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കവിതയുടെ ബന്ധത്തിലുള്ള ഒരാൾ ഇവളെ കണ്ടു. ആൾ ഇവരെ ചോദ്യം ചെയ്തപ്പോൾ കവിത നമ്മുടെ കൊമരിയെ ഒറ്റി. അവൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി കവിതയെ കൊമരി ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് വന്നതാണെന്നുള്ള രീതിയിൽ അവൾ പറഞ്ഞു വെച്ചു. മേൽജാതിക്കാരി പെൺകുട്ടിയെ കീഴ്ജാതിക്കാരൻ പിടിച്ചുകൊണ്ട് പോകാനുള്ള ധൈര്യം കാണിച്ചിരിക്കുന്നു. വേറൊന്നും വേണ്ടല്ലോ ഇവന്റെ പഠിപ്പ് മുടങ്ങാൻ. അവനെ സ്കൂളിൽ നിന്ന് പുറത്താക്കി. കൊമരി സ്കൂളിൽ നിന്ന് പുറത്തായതും കവിത വേറൊരു പയ്യനെ ലൈൻ അടിക്കാൻ തുടങ്ങി. തുടർന്ന് പഠിക്കാൻ പറ്റാതായ നമ്മുടെ കൊമരിയെ അവന്റെ അങ്കിൾ ബ്ലാക്ക് മാജിക് പഠിപ്പിച്ചു. അന്ന് മുതൽ അവന്റെ മനസ്സിൽ കവിതയോടുള്ള വാശിയുണ്ട്. അവസാനമായിട്ട് അവൻ കവിതയെ മീറ്റ് ചെയ്ത സമയത്ത് കവിത ഇവനോട് ക്ലോസ് ആയിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ. അന്നേരം കവിതയുടെ കുറച്ച് മുടി ഇവന്റെ ഷർട്ടിന്റെ ബട്ടണിൽ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. അന്ന് മുതൽ ആ മുടി കൊമരി സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞു. നമ്മുടെ കൊമരി ഓട്ടോക്കാരനായി, ഓട്ടോ ഓടിച്ച് അങ്ങനെയൊക്കെ ജീവിക്കുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കവിത വീണ്ടും ഇവന്റെ മുന്നിൽ വരുന്നത്. ഒരു ദിവസം ഒരു മോഡേൺ ആയ പെൺകുട്ടി ബസ്സിൽ വന്നിറങ്ങുന്നത് നമ്മൾ കണ്ടിരുന്നല്ലോ. ഇവിടുത്തെ മുൻ സർപ്പഞ്ചിന്റെ മകൾ. ആ പെൺകുട്ടി വേറൊരു ടാക്സിക്കാണ് വീട്ടിലോട്ട് പോയത്. ആ പെൺകുട്ടി പോയി കഴിഞ്ഞ് നമ്മുടെ കൊമരിക്ക് മറ്റൊരു ഓട്ടം കിട്ടുന്നുണ്ടായിരുന്നല്ലോ. ആ ഓട്ടം വിളിച്ചത് കവിതയാണ്. കവിതയും അവളുടെ ഹസ്ബൻഡും. കൊമരിക്ക് കവിതയെ മനസ്സിലായി. അവൾ പ്രഗ്നന്റ് ആണെന്ന് മനസ്സിലാക്കി. വർഷങ്ങൾക്ക് മുമ്പ് ഇവന്റെ മനസ്സിൽ കയറിയ ആ ഒരു പക തീർക്കാൻ ഇവൻ തീരുമാനിച്ചു. കാര്യങ്ങളൊക്കെ ആരോ മുൻകൂട്ടി പ്ലാൻ ചെയ്തതുപോലെ എല്ലാം കൊമരിക്ക് അനുകൂലമായിട്ട് സംഭവിച്ചു. കവിത ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവളുടെ സാരി കൊമ്പ് ഓട്ടോയിൽ കുരുങ്ങി കുറച്ച് ഭാഗം കീറിപ്പോയി. മാത്രമല്ല അവളുടെ ചെരുപ്പ് ഊരിപ്പോയി. അവൾ കാല് കൊണ്ട് മണ്ണിൽ ചവിട്ടുന്നുണ്ട്. അങ്ങനെ അവളുടെ മേൽ ബ്ലാക്ക് മാജിക് പ്രയോഗിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊമരിയെ തേടി വന്ന പോലെ. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവളുടെ മുടി കൊമരിയുടെ ബട്ടണിൽ കുടുങ്ങുന്നുണ്ടായിരുന്നു. അത് അവൻ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓട്ടോയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അവളുടെ സാരി തുമ്പ് കീറി ഓട്ടോയിലിരിക്കുന്നു. അവളുടെ തുണിയുടെ ഭാഗമായി. മാത്രമല്ല അവൾ കാലുകൊണ്ടാണ് നിലത്തി ചവിട്ടിയത്. ഇറങ്ങിയപ്പോൾ ചെരുപ്പ് ഊരിപ്പോയി. അവളുടെ കാലിനടിയിലുള്ള മണ്ണുമായി. രേണുക അവതാരത്തിന് പ്രധാനമായിട്ട് വേണ്ട 3 കാര്യങ്ങളും കൊമരിക്ക് കിട്ടി. ഇക്കാര്യങ്ങളൊക്കെ ജങ്ക പറഞ്ഞു കൊടുക്കുമ്പോൾ ലക്ഷ്മിക്ക് എങ്ങനെയുണ്ടാവും? ഇത്രയും നാൾ ഒരുമിച്ച് ജീവിച്ചിട്ടും തന്റെ ഭർത്താവ് പറഞ്ഞു കൊടുക്കാത്ത കുറച്ച് കാര്യങ്ങൾ. തന്റെ ഭർത്താവ് ഇത്രയും നാൾ ഒരു പെണ്ണിനെ മനസ്സിൽ കൊണ്ടു നടന്നു. അയാൾ ഒരു ദുർമന്ത്രവാദിയായിരുന്നു. പ്രതികാരം മനസ്സിൽ വെച്ച് ഒരാളെ കൊല ചെയ്തു. വിശ്വാസവഞ്ചന
രോമാഞ്ചനയല്ലേ കാണിച്ചത്. ഏത് പെണ്ണിനാണ് ഇത് സഹിക്കാൻ പറ്റുക? ഇതുകൊണ്ടൊന്നും തീരുന്നില്ല, ഇനിയും ഉണ്ട് ട്വിസ്റ്റുകൾ. ഇവിടുത്തെ ഗ്രാമത്തലവൻ സർപ്പഞ്ച് മരിച്ചല്ലോ ആക്സിഡന്റിൽ. അതിന് കാരണം കൊമരിയാണ്. എന്തൊക്കെയോ കൊടൂര ദുർമന്ത്രവാദം ചെയ്ത് അങ്ങേരെ ആക്സിഡന്റിൽ പെടുത്തി കൊന്നു. അങ്ങേരെ മാത്രമല്ല, ഈ ഗ്രാമത്തിൽ വെള്ളം സപ്ലൈ ചെയ്യുന്നൊരു പുള്ളിക്കാരൻ ഉണ്ടായിരുന്നല്ലോ. കഥയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ടില്ലേ, നമ്മുടെ ലക്ഷ്മിയോടും അതേപോലെ അപ്പുറത്തെ വീട്ടിലെ റിമൂലയോടും ഒക്കെ മോശമായിട്ട് സംസാരിക്കുന്ന ഒരു പുള്ളിക്കാരൻ. അങ്ങേരെയും കൊമരി വകവരുത്തിയിരുന്നു. ഇതൊന്നും ഇവൻ നേരിട്ടല്ലോ ചെയ്യുന്നേ, ദുർമന്ത്രവാദം ചെയ്ത് അങ്ങനെയൊക്കെയാണല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് എന്നെ തെളിവുകളില്ല, അപകടമരണമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗം വന്ന് മരിച്ചതായിട്ടോ ഒക്കെയാണ് ആളുകൾ വ്യാഖ്യാനിക്കുക. എന്തായാലും ഇതൊക്കെ ചെയ്ത് കൂട്ടിയ കൊമരിക്ക് ദൈവം തന്നെ ശിക്ഷ കൊടുത്തല്ലോ. കൊമരി വെന്തുരുകി മരിച്ചല്ലോ. അവന് തക്കതായ ശിക്ഷ ദൈവം തന്നെ കൊടുത്തു എന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല. ദൈവം അവനെ ശിക്ഷിച്ചിട്ടൊന്നുമില്ല. മരിച്ചത് കൊമരി അല്ലായിരുന്നു. കവിതയുടെ ചേട്ടന്മാരും കൊമരിയും തമ്മിലുള്ള അടിക്കിടയിൽ കൊമരിയുടെ കാല് വഴി അവൻ തീയിലേക്ക് വീഴാൻ പോകുന്നതുവരെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ അവിടെ ആക്ച്വലി തീയിലേക്ക് വീണത് കൊമരിയെ പിടിച്ചു നിർത്താൻ ശ്രമിച്ച മല്ലിയാണ്. കാല് വഴി വീഴാൻ പോയ കൊമരിയെ മല്ലി പിടിച്ചു നിർത്താൻ ശ്രമിച്ചു. കൊമരി ആവട്ടെ മല്ലിയെ പിടിച്ച് തീയിലേക്ക് തള്ളിയിട്ട് അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. കവിതയുടെ ചേട്ടൻ നേരത്തെ പെട്രോൾ എടുത്ത് കൊമരിയുടെ മണ്ടയ്ക്ക് ഒഴിക്കുമ്പോൾ കൊമരിയെ പിടിച്ചുകൊണ്ടിരുന്ന മല്ലിയുടെ ദേഹത്തും പെട്രോൾ ആയിട്ടുണ്ടായിരുന്നു. മല്ലി തീയിൽ വീണ് കത്തിയെരിയുന്നത് കണ്ടിട്ട് കവിതയുടെ ചേട്ടന്മാർ ആ കത്തിയെരിയുന്നത് കൊമരിയാണെന്ന് വിചാരിച്ച് മല്ലിയെ തീയിലേക്ക് അടിച്ചു താത്തി. അങ്ങനെ മല്ലിയെ കൊന്നു, കൊമരി രക്ഷപ്പെട്ടു. ഇങ്ങനെ ഒരു ട്വിസ്റ്റ് പ്രതീക്ഷിച്ചായിരുന്നു ഞാൻ. എന്തായാലും ഇതൊട്ടും പ്രതീക്ഷിച്ചില്ല. ഇക്കാര്യം നമ്മുടെ ജംഗയ്ക്ക് ഇങ്ങനെ മനസ്സിലായിന്നല്ലേ. ആ ശ്മശാന സ്ഥലത്ത് നിന്ന് അവിടെ തീ വെന്തുരുകി മരിച്ച ആളുടെ പല്ലുകൾ ജംഗ കളക്ട് ചെയ്തുകൊണ്ട് പോയി അത് ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ടെസ്റ്റ് ചെയ്തപ്പോൾ അത് ഇവന്റെ ബ്രദറിന്റെ അല്ല, അത് മല്ലിയുടേതാണ്. മല്ലിയാണ് മരണപ്പെട്ടത്. കവിതയുടെ ചേട്ടന്മാരെയൊക്കെ പറ്റിച്ച് കൊമരി എങ്ങോട്ടോ ഓടി രക്ഷപ്പെട്ടു. ഇത്രയൊക്കെ തെറ്റുകൾ ചെയ്തിട്ടും കൊമരി മറ്റെവിടെയോ ജീവിക്കുന്നുണ്ട്. ഇത് ജംഗയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. തെറ്റ് ചെയ്തത് ആരാണെങ്കിലും അവർ ശിക്ഷിക്കപ്പെടണം. അതിപ്പോൾ സ്വന്തം ചേട്ടനാണെങ്കിലും നിയമത്തിന് മുന്നിൽ എല്ലാവരും ഒരുപോലെയാണ്. ഇത്രയും ദിവസം അവൻ മരിച്ചു എന്ന് വിചാരിച്ച് നമ്മൾ അവന് വേണ്ടി നിയമപോരാട്ടം നടത്തി. ഇപ്പോൾ അവൻ എവിടെയോ ജീവനോടെ ഉണ്ട്. എന്നാലും നമുക്ക് അവൻ മരിച്ച പോലെ തന്നെയാണ്. എല്ലാവരും നിയമത്തിന് മുന്നിൽ ഒരുപോലെയാണ് എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് തന്റെ ചേട്ടനെ കണ്ടുപിടിക്കാൻ ഈ രാത്രിയിൽ ഈ മഴയുള്ള സമയത്ത് ഒരു റെയിൻകോട്ട് മാത്രം എടുത്ത് ജംഗ പുറപ്പെടുന്നു. അവിടെ കട്ടിയതാൽ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് നമ്മുടെ കേരളത്തിലെ ഒരു ചെറിയ ചായക്കട, ഗൗരീശ്വര ധാബ. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കത്തില്ല. അവിടുന്ന് മുങ്ങിയ നമ്മുടെ കൊമരി ഉണ്ടല്ലോ, രണ്ട് ക്ലീൻ ഷേവ് ഒക്കെ ചെയ്ത് ഇവിടെയുണ്ട്, കേരളത്തിലുണ്ട്. എന്നെ ഏറ്റവും അധികം ഷോക്കാക്കി കളഞ്ഞ കാര്യം കൊമരിയുടെ കൂടെ കവിത നിൽക്കുന്നു. ജീവനോടെയുള്ള കവിതയെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ സിനിമ അവസാനിക്കുന്നത്. എന്ത് തേങ്ങയാണ് ഇവിടെ നടക്കുന്നതെന്ന് ചോദിച്ചാൽ അടുത്ത സിനിമയിലെ നമുക്ക് അതിൻ്റെ കാര്യം അറിയത്തുള്ളൂ. ശരിക്കും ഇവന്മാർ അവിടെ ദഹിപ്പിച്ചത് ആരെയാണ്? കവിതയുടെ വീട്ടുകാർ കവിതയെന്ന് പറഞ്ഞ് ദഹിപ്പിച്ചത് ആരെയാണപ്പോൾ? ചത്ത കോഴിയെ പറപ്പിക്കുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. മരിച്ചുപോയി ഇവളെ ഇവൻ പിന്നെയും കൊണ്ടുവന്നാ. അപ്പോൾ ശരിക്കും കൊമരിക്ക് ഇവളോട് പ്രതികാരമൊന്നുമില്ല, ഇവളുടെ കൂടെ ജീവിക്കാനാണ് ആഗ്രഹിച്ചത്. ലക്ഷ്മിയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വല്ല പ്ലാൻ ചെയ്തതാണോ? ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടിയിരിക്കുന്നു. എങ്ങനെ ഇതൊക്കെ ഇങ്ങനെ സംഭവിച്ചു എന്നറിയണം. കഥയുടെ തുടക്കത്തിൽ ഒരു ക്ഷേത്രവും ബ്രിട്ടീഷ് എംപയർ ഉണ്ടായിരുന്ന സമയത്തെ കേരളത്തിലെ കുറേ ക്ഷേത്രവും ഒരു മഹാരാജാവിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. അതൊക്കെ ഇതുമായിട്ട് എങ്ങനെ കണക്ട് ആവുമെന്ന് അറിയണം. സർപ്പഞ്ച് കാർ ആക്സിഡന്റിൽ മരിക്കുന്നതിന് മുമ്പ്, ആക്സിഡന്റ് അല്ല കൊമരി കൊന്നതാണ്, വാട്ടവർ, അങ്ങനെ മരിക്കുന്നതിന് മുമ്പ് അങ്ങേര് പുറത്തുള്ള ആരോടോ, അവരുടെ ഗ്രാമത്തിന് പുറത്തുള്ള ആരോടോ സംസാരിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ ഇങ്ങോട്ട് വന്നു, ഇവിടുത്തെ അമ്പലമൊക്കെ എൻ്റെ കൺട്രോളിലാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതെന്താണ് സംഭവം എന്ന് അറിയണം. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി മരിച്ച് ശരീരം ദഹിപ്പിച്ച് ഇവൾ അങ്ങനെ ജീവനോടെ വന്നു എന്നറിയണം. എല്ലാം അറിയാനായിട്ട് പാർട്ട് 2ന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കമൻസിലും കാർഡ്സിലും ക്രെഡിറ്റ്സിലും ഒക്കെ ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ വീഡിയോ കാണാം. ഇത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിനിമ ആയതുകൊണ്ടും കുറേ ഡ്യൂറേഷൻ കൂടിപ്പോയതുകൊണ്ടും ഇതങ്ങ് പബ്ലിക് ആക്കിയാലോ. ഓൾറെഡി മലയാളം എക്സ്പ്ലനേഷൻ ഉണ്ട്, എന്നാലും എല്ലാവരും കാണട്ടെ. വളരെ ഷോർട്ടായിട്ട് കഥ പറയാനാണ് ഉദ്ദേശിച്ചത്. സാധാരണ മെമ്പർഷിപ്പ് വീഡിയോ ഒക്കെ ചെയ്യുന്ന പോലെ വളരെ സിമ്പിളായിട്ട് പറയാനാണ് ഉദ്ദേശിച്ചത്. ബട്ട് പറഞ്ഞു വന്നപ്പോൾ എനിക്ക് എന്തോ പറ്റി, എന്തോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. എനിക്ക് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്. ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്ന മെച്യൂർ ആയിട്ടില്ലാത്ത കുട്ടികളുണ്ടാവാം, അല്ലെങ്കിൽ മെച്യൂർ ആയിട്ടുള്ള ആളുകളുണ്ടാവാം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ, പ്രത്യേകിച്ച് അടുത്ത പാർട്ട് കാണുമ്പോൾ അതിനകത്ത് വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. ഈ ബ്ലാക്ക് മാജിക്, ദുർമന്ത്രവാദം, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇമാതിരി കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ സിനിമ ഒരു തരത്തിലും നിങ്ങളെ സ്വാധീനിക്കാൻ പാടില്ല. ഇമാതിരി കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വിശ്വസിക്കാനേ പാടില്ല. ഇതൊന്നും ഇല്ല, ഇതെല്ലാം വെറും ഫേക്കാണ്, ചുമ്മാ കെട്ടുകഥകളാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശ്വസിക്കുന്ന കുറേ മന്ദബുദ്ധികൾ നമ്മുടെ നാട്ടിൽ പോലും നരബലി ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാമല്ലോ. സോ അന്ധവിശ്വാസപരമായിട്ടുള്ള ഇമാതിരി ഒരു കാര്യങ്ങളിലും വിശ്വസിക്കാതിരിക്കുക. ഇതൊരു സിനിമയാണ്, സിനിമയെ സിനിമയായിട്ട് മാത്രം കൺസിഡർ ചെയ്യുക. മേക്ക് ബിലീഫാണ് സിനിമ, ഒരിക്കലും ഇതൊന്നും റിയൽ ലൈഫിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ആ ഒരു ചിന്ത എപ്പോഴും മനസ്സിലുണ്ടാവണം. സെക്കൻഡ് പാർട്ട് കാണുമ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു ചിന്ത ഹോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഇങ്ങനെയുള്ള സിനിമകളൊക്കെ കണ്ടിട്ട് ഒരുമാതിരി റോങ് ആയിട്ടുള്ള വഴിയിലേക്ക് ആരും ചിന്തിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ് പ്രത്യേകം എടുത്ത് പറയുന്നത്. ഞാൻ എന്തെങ്കിലും ആഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സിനിമയെ പറ്റി, എക്സ്പ്ലനേഷനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്തറിയിക്കുക. ഇങ്ങനെയുള്ള കഥകളൊക്കെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സിനിമകളൊക്കെ കാണാൻ സമയം കിട്ടാത്ത ആളുകൾക്കൊക്കെ ഇങ്ങനെയുള്ള കഥകൾ ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരെ അങ്ങനെ ഹെൽപ്പ് ചെയ്യൂ. അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കാമല്ലോ. കഥ കേൾക്കാൻ പ്രായമൊന്നും ഒരു പ്രശ്നമേ അല്ല. എത്ര പ്രായമായവർക്കും കഥ കേൾക്കാൻ പറ്റും. ഒരുപക്ഷെ അവർക്ക് ഇതിലൊക്കെ സന്തോഷം കണ്ടെത്താൻ പറ്റിയെന്നിരിക്കും. ഇനിയും ഇങ്ങനെയുള്ള കൂടുതൽ കഥകൾ കേൾക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം.